ഹരി ശ്രീഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. ഗുരുഭ്യശ്ച ഗൃഹേഭ്യശ്ച മയാ ബദ്ധോയമഞ്ജലി. പ്രസന്നമനസാസ്തേ മേ സത്യാം കുർവന്തു ഭാരതീം. മൂർത്തിത്വേ പരികൽപ്പിതശശഭൃതോ വത്മാപുനർജന്മനാം ആത്മേത്യാത്മവിദാം ക്രതുശ്ചേജതാം ഭർത്താമരജ്യോതിഷാം. ലോകാനാം പ്രളയോദയസ്ഥിതിവിഭുശ്ചാനേകധായ ശ്രുതൗ വാചം സദാത്വനേകകിരണ ത്രൈലോക്യദീപോ രവി. ശ്രീ ഗുരുഭ്യോ നമ. ഇവിടെ വ്യാഴമരത്തെക്കുറിച്ചുള്ള വിഷയമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓരോ നാളുകൾക്കും ഈ വ്യാഴമാറ്റം എത്രമാത്രം ബാധിക്കുന്നു എന്നുള്ള വിഷയത്തെക്കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. അത് ഗുണകരമായി എങ്ങനെ ബാധിക്കുന്നു, ദോഷകരമായിട്ട് എങ്ങനെ വരുന്നു എന്നുള്ള വിഷയങ്ങളെയാണ് നമ്മളിവിടെ പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സൗരയൂഥത്തിൽ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. അതേപോലെ തന്നെ ഗ്രഹസ്ഥിതിയിൽ ഒരു വർഷക്കാലം വ്യാഴം ഒരു രാശിയിൽ സഞ്ചരിക്കുന്നു എന്നതുകൂടിയാണ് ഇവിടെ വ്യാഴത്തിൻ്റെ ചാരഫലം പറയുന്നതിനുള്ള പ്രസക്തിയുള്ളത്. ഒരു രാശിയിൽ ശനി 2.5 വർഷവും ശേഷം വ്യാഴം 1 വർഷവുമാണ് ഒരു രാശിയിൽ സഞ്ചരിക്കുന്നത്. മറ്റു ഗ്രഹങ്ങളൊന്നും തന്നെ ഇത്രയും ദൈർഘ്യം ഒരു രാശിയിലും സഞ്ചരിക്കുന്നില്ല. രാഹുകേതുക്കളും 1 വർഷം തന്നെയാണ് സഞ്ചരിച്ചു വരുന്നത്. ഇവിടെ പ്രസക്തമായി വ്യാഴം എന്ന ഗ്രഹത്തെ ജ്യോതിഷത്തിൽ അതിവിശിഷ്ടമായ ഒരു സ്ഥാനത്താണ് അവലംബിച്ചിട്ടുള്ളത്. ആ ജ്യോതിശാസ്ത്രത്തിൻ്റെ പ്രശ്നശാസ്ത്ര വിഷയമായാലും ജാതകശാസ്ത്ര വിഷയമായാലും ഈ വ്യാഴത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ജാതകശാസ്ത്രത്തിൽ ഹോരെന്തു സൂര്യരവിഭിർവിബലൈസ്തരൂണാം എന്ന് പറയപ്പെടുന്നിടത്ത് ഒരു മനുഷ്യൻ്റെ അഥവാ ഏതൊരു ജീവജാലങ്ങളുടെയും വ്യക്തമായ ബുദ്ധിപ്രഭാവവും ആത്മപ്രഭാവവും മനഃപ്രഭാവവും ഒക്കെ തന്നെ ചിന്തിക്കുന്നിടത്ത് വ്യാഴത്തിൻ്റെതായ പങ്ക് നിസ്തുലമാണ്. പ്രശ്നശാസ്ത്രത്തിലാവട്ടെ അതിനേക്കാൾ കുറച്ചുകൂടി പ്രാധാന്യത്തോടെയാണ് വ്യാഴത്തെ സ്വീകരിച്ചിട്ടുള്ളത്. സർവേശ്വരാണാം ധിഷണേസ്തി നിത്യം സാന്നിധ്യമസ്മാൽ ധിഷണേനുകൂലേ പ്രായോനുകൂലഃ സകലശ്ച ദേവ തൽപ്രാതികൂല്യേ സദനാനുകൂലഃ എന്ന ശ്ലോകത്തിലൂടെ വ്യാഴത്തിൻ്റെ എല്ലാ ദേവതകളിലുമുള്ള സ്വാധീനം പ്രകടമാക്കുകയാണ്. ഏത് നിലയ്ക്ക് ചിന്തിച്ചാലും വ്യാഴത്തിൻ്റെതായിരിക്കുന്ന പ്രാധാന്യം വളരെ 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 വൈശിഷ്ട്യമേറിയതായതുകൊണ്ട് തന്നെ ഈ വ്യാഴമാറ്റം ഓരോ ജീവജാലങ്ങളിലും പ്രത്യേകം ഫലരൂപേണ പ്രതിഫലിക്കുമെന്നുള്ളത് യാതൊരു സംശയവുമില്ലാത്തതാണ്. എന്നാൽ ഈ വ്യാഴമാറ്റത്തിൻ്റേതായിരിക്കുന്ന ഫലങ്ങളെ എപ്രകാരം വിലയിരുത്തുന്നു എന്ന് നോക്കുമ്പോൾ വളരെ സങ്കീർണമായ ഒരു വിഷയമായിട്ടാണ് ചാരഫലത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്തരം സങ്കീർണമായ വിഷയത്തെ നോക്കുമ്പോൾ വ്യാഴത്തെ മാത്രമല്ല, ആ വ്യാഴം നിൽക്കുന്ന സ്ഥാനത്തിൻ്റെ ഇഷ്ടസ്ഥാനങ്ങളെയും അനിഷ്ടസ്ഥാനങ്ങളെയും ആ വ്യാഴത്തിൻ്റെ ബലാബലങ്ങളെയും ആ വ്യാഴത്തിലേക്കുള്ള മറ്റു ഗ്രഹങ്ങളുടെ മിത്രഗ്രഹങ്ങൾ, ശത്രുഗ്രഹങ്ങൾ, അങ്ങനെയുള്ള ഗ്രഹങ്ങളുടേതായിരിക്കുന്ന ദൃഷ്ടികളെയും യോഗങ്ങളെയും അതേപ്രകാരം ആ ഗ്രഹത്തിൻ്റെ വേദരാശിയും ഗോചരരാശിയും മറ്റെല്ലാ വിഷയങ്ങളെയും ഇപ്രകാരം നിർണയിച്ച് മാത്രമാണ് ഒരു ഫലം പൂർണ്ണമായും പറയാൻ പാടുള്ളതുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ വിശകലനം ചെയ്ത് ഈ ഗോചരവേദങ്ങളെയും വ്യാഴത്തിൻ്റെ ബലാബലങ്ങളെയും അതിലേക്ക് ബാധിക്കുന്നതായിരിക്കുന്ന മറ്റു ഗ്രഹങ്ങളുടെ ഫലങ്ങളെയും എല്ലാം നിർണയിച്ച് തയ്യാറാക്കിയത് മൂലമാണ്, അത് പ്രകാരമാണ്
ഒരു ചാരവശാലുള്ള ഫലപ്രവചനം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഭാരതത്തിലെ അതിപുരാതനമായ ശ്രീ വിഷ്ണുമായ സേവാക്ഷേത്രം കരുവന്നൂർ കാരണയിൽ ദേവസ്ഥാനം. 1200-ാം ആണ്ട് മേടമാസം 31-ാം തീയതി 2025 മെയ് മാസം 14-ാം തീയതി വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് മാറുകയാണ്. ഈ വ്യാഴം ഏകദേശം 1 വർഷത്തോളമാണ് മിഥുനം രാശിയിൽ നിലകൊള്ളുന്നത്. ആ 1 വർഷത്തിന് ശേഷം കൃത്യമായി പറയുകയാണെങ്കിൽ 1201-ാം ആണ്ട് ഇടവമാസം 18-ാം തീയതി 2026 ജൂൺ മാസം 1-ാം തീയതി വ്യാഴം 1:48 സമയത്ത് മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകം രാശിയിലേക്ക് മാറുകയാണ്. പ്രവേശനം നേരത്തെ പറഞ്ഞ മെയ് മാസം 14-ാം തീയതി 10:35 ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് വ്യാഴം മാറുകയാണ്. ഇതിനിടയിൽ ഒരു ചെറിയ കാലഘട്ടത്തിൽ വ്യാഴം അതിചാരത്തോടുകൂടി മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്കൊന്ന് പ്രവേശിക്കുന്നുണ്ട്. 1 മാസക്കാലമാണ് ഏറെക്കുറെ അത് വരുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ 2025 ഒക്ടോബർ മാസം 18-ാം തീയതി വ്യാഴം അതിചാരന്യായേന മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് വരികയും പിന്നീട് വക്രത്തോടുകൂടി 2025 ഡിസംബർ മാസം 5-ാം തീയതി കർക്കിടകം രാശിയിൽ നിന്ന് പൂർവ്വസ്ഥാനമായ മിഥുനം രാശിയിലേക്ക് തന്നെ മാറുകയും ചെയ്യുന്നുണ്ട്. ഈ 39ഓളം വരുന്ന ദിവസം, അത്രയോളം ദിവസം വരുന്നതിൻ്റേതായിരിക്കുന്ന ഫലങ്ങളെ കൂടി ഇവിടെ പ്രത്യേകം നോക്കി വച്ചിട്ടുണ്ട്. അതുകൂടി ഈ ഫലപ്രവചനത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതും വളരെയധികം സ്വാധീനിക്കുന്ന ഒരു മാറ്റമായി വേണം നമ്മൾ കരുതാൻ. ആദ്യമായി നക്ഷത്രവശാലുള്ള ഫലങ്ങളെ നമ്മൾ പറയുമ്പോൾ അശ്വതി മുതലാണല്ലോ നക്ഷത്രങ്ങൾ തുടങ്ങുന്നത്. അത് മേടക്കൂറ് എന്നാണ് ജ്യോതിശാസ്ത്രപ്രകാരം പറയുക. അതെല്ലാം എല്ലാവർക്കും അറിവുള്ളതുമാവും. അശ്വതി നക്ഷത്രവും ഭരണി നക്ഷത്രവും കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യകാലും, കാർത്തിക നക്ഷത്രം ഒരു നക്ഷത്രത്തിന് 4 പാദങ്ങളാണുള്ളത്. 4 പാദം എന്ന് പറയുമ്പോൾ 60 നാഴിക വരുന്ന ഒരു നക്ഷത്രത്തിൽ 15 നാഴിക ആദ്യ പാദം, 30 നാഴിക 2-ാം പാദം, 45 നാഴിക വരെ 3-ാം പാദം, അതിനുശേഷം 60 നാഴിക വരെ 4-ാം പാദം. ഇങ്ങനെ 4 പാദങ്ങളുള്ള ഒന്നാണ് നക്ഷത്രം എന്ന് പറയുന്നത്. അപ്പോൾ ആ 4 പാദങ്ങളുള്ള നക്ഷത്രത്തിൽ ആദ്യ പാദം, ആദ്യ പകുതി, ആദ്യ മുക്കാൽ ഭാഗം, അവസാന കാൽഭാഗം, അവസാന പകുതി, അവസാന മുക്കാൽ ഭാഗം എന്നൊക്കെ ജ്യോതിഷത്തിൽ ഭാഷകൾ പറയാറുണ്ട്. ഇത് മനസ്സിലാവണമെങ്കിൽ അവനവൻ്റെ ജനിച്ച സമയവും ഡേറ്റ് ഓഫ് ബർത്തും നോക്കുമ്പോൾ കുറിക്കുന്ന ജാതകത്തിലോ അഥവാ തലക്കുറിയിലോ നോക്കി വേണം ഈ കൂറുകളെ മനസ്സിലാക്കുവാൻ. അതായത് ഒരാൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യകാലിലാണോ ജനിച്ചിട്ടുള്ളത്, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യകാലിന് ശേഷം വരുന്ന 3 പാദങ്ങളിൽ ഏതെങ്കിലും ഒന്നാണോ ജനിച്ചിട്ടുള്ളത് എന്നതിനനുസരിച്ച് മേടം രാശിയുടെയും ഇടവം രാശിയുടെയുമുള്ള ആ നക്ഷത്രത്തിൻ്റെ ഉള്ള ജന്മരാശി അഥവാ ജന്മക്കൂറ് അഥവാ ജന്മചന്ദ്രൻ നിൽക്കുന്ന സ്ഥാനത്തിന് മാറ്റം സംഭവിക്കും. ഇത് ജാതകത്തിൽ നിന്നോ അഥവാ തലക്കുറി മുതലായിരിക്കുന്ന വിഷയങ്ങളിൽ നിന്നെല്ലാം അവരവർ സ്വയം മനസ്സിലാക്കി മാത്രം ഫലപ്രവചനത്തിന് ഒരുങ്ങേണ്ടതാണ്. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത്വേണി ഹെയർ എലിക്സർ. ഈ വർഷത്തിൽ വ്യാഴമാറ്റം എന്ന് പറയുന്നത് കേവലം വ്യക്തികളിൽ മാത്രമല്ല, അത് രാജ്യത്തിനും രാജ്യാന്തരങ്ങളിലും വരെ ലോകത്തിനൊട്ടാകെ തന്നെ ഇതിൻ്റെ സ്വാധീനം അനുഭവപ്പെടുന്നതാണ്. അത്രയും വിഷയങ്ങൾ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതാണ്. പ്രഥമമായി നമ്മൾ പറയുമ്പോൾ നക്ഷത്രങ്ങളെക്കുറിച്ചാണ് നേരത്തെ പറഞ്ഞു വെച്ചത്. അതിൽ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിലും ജനിച്ചവർക്ക് വ്യാഴമാറ്റം എങ്ങനെ ബാധിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ മേടക്കൂറായിട്ടാണ് വരുന്നത്. മേടക്കൂറിൽ വരുന്ന
വരുന്നതായ വ്യക്തികൾക്ക് 3-ാം ഭാവത്തിലേക്കാണ് വ്യാഴം പകർന്നു വരുന്നത്. 2025 മെയ് മാസം 14-ാം തീയതി മുതൽ 2025 സെപ്റ്റംബർ മാസം 15-ാം തീയതി വരെയും 2025 ഡിസംബർ 16-ാം തീയതി മുതൽ 2026 ജൂൺ മാസം 1-ാം തീയതി വരെയും അശ്വതിയും ഭരണിയും കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിലും ജനിച്ചവർക്ക് ദോഷഫലമാണ് കാണുന്നത്. എന്നാൽ ബാക്കിയുള്ളതായിരിക്കുന്ന സമയം 2025 സെപ്റ്റംബർ മാസം 15-ാം തീയതിക്ക് ശേഷം 2025 ഒക്ടോബർ മാസം 18-ാം തീയതി വരെയുള്ള കാലഘട്ടവും, അപ്രകാരം 2025 ഒക്ടോബർ 18-ാം തീയതിക്ക് ശേഷം 2025 ഡിസംബർ 5 വരെയുമുള്ളതായിരിക്കുന്ന ഇടയിലുള്ള കാലഘട്ടം ഈ മേടം കൂറുകാർക്ക്, അതായത് അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യപാദത്തിലും ജനിച്ചവർക്ക് ഗുണഫലവും അനുഭവിക്കുന്നതാണ്. ദോഷഫലം എന്തെന്നാൽ സ്വന്തം സ്ഥാനത്ത് നിന്നുള്ളതായിരിക്കുന്ന ഭ്രംശവും, ജോലിക്കാരാണെങ്കിൽ ആ ജോലിയിൽ നിന്നുള്ളതായിരിക്കുന്ന ചില നഷ്ടപ്പെടലുകളും, എവിടെയാണോ താമസിക്കുന്നത് ആ താമസ സ്ഥാനത്ത് നിന്നും മാറേണ്ടതായിരിക്കുന്ന ചില അവസ്ഥാവിശേഷങ്ങളും, ഏത് കാര്യത്തിൽ ഏർപ്പെടുന്നുവോ ആ കാര്യങ്ങളിലുള്ളതായിരിക്കുന്ന പരാജയങ്ങളും, കാര്യങ്ങളുടെ പൂർണ്ണതയിൽ എത്തിപ്പെടാനുള്ളതായിരിക്കുന്ന ദോഷഫലങ്ങളും പ്രാഥമികമായി ഈ ദോഷം പറഞ്ഞ സമയങ്ങളിൽ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് അനുഭവവേദ്യമാകുന്നതാണ്. എന്നാൽ ഗുണം പറഞ്ഞ സമയത്താകട്ടെ ഇതിന് നേരെ വിപരീതമായി ഏതൊരു സ്ഥാനത്ത് നിന്നാലും അവിടെ വിജയവും സ്ഥാനലബ്ധിയും, അവിടെ പെർമനൻ്റ് ആയിട്ടുള്ളതായിരിക്കുന്ന ഒരു സ്ഥാനത്തിൻ്റെ ലഭ്യതയും, അതേ പ്രകാരം ഏത് കാര്യങ്ങളിൽ ഏത് വിഷയങ്ങളിൽ ഏർപ്പെടുന്നുവോ ആ വിഷയങ്ങളിലെല്ലാം തന്നെ ശോഭിക്കുന്നതായിരിക്കുന്ന അവസ്ഥകളും കൂടി വന്നു ചേരുന്നതാണ്. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ വിജയസാധ്യതകളും, ജോലിക്കാരാണെങ്കിൽ ആ ജോലിയിലുള്ളതായിരിക്കുന്ന പ്രമോഷനുകളും, മറ്റു വിഷയങ്ങളിലുള്ള കുടുംബം മുതലായിരിക്കുന്ന മറ്റു വിഷയങ്ങളിലുള്ള ഗുണാനുഭവങ്ങളും ഈ കാലഘട്ടത്തിൽ, ഗുണകാലഘട്ടത്തിൽ ഈ നക്ഷത്രക്കാർക്ക് അനുഭവിക്കുന്നതാണ്. ഇതിൻ്റെ ദോഷപരിഹാരാർത്ഥം ഈ നക്ഷത്രക്കാർ പ്രത്യേകം വിഷ്ണു സഹസ്രനാമ ജപാദികളും നാരായണ നാമജപാദികളും അതേപ്രകാരം വൈഷ്ണവമായിരിക്കുന്ന മറ്റ് സ്തോത്രപാരായണങ്ങളും വേണ്ട വിധം ചെയ്യുകയും ഏകാദശി മുതലായിരിക്കുന്ന വ്രതാനുഷ്ഠാനങ്ങൾ ആചരിക്കുകയും ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ്. ദോഷനിവാരണത്തിനായി വളരെ ഫലപ്രദമാണ്. അടുത്തതായി എടവക്കൂറ്. കാർത്തികയുടെ അവസാനത്തെ 3 പാദവും രോഹിണി നക്ഷത്രവും മകീരത്തിൻ്റെ ആദ്യത്തെ 2 പാദവും കൂടിച്ചേരുന്നതാണ് എടവക്കൂറ്. ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം 2-ലുള്ളതായ അവസ്ഥയാണുള്ളത്. ഈ സമയത്ത് ഗുണാനുഭവങ്ങളാണ് ഏറെക്കുറയും ഇവർക്ക് അനുഭവിക്കുക. ഈ ഗുണാനുഭവങ്ങൾ അനുഭവിക്കുന്നതായിരിക്കുന്ന കാലഘട്ടം 2025 മെയ് മാസം 14-ാം തീയതി തുടങ്ങുന്നതായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ 2025 മെയ് 23 മുതൽ 2025 ജൂൺ 1 വരെയും 2025 ജൂൺ 29-ാം തീയതി മുതൽ 2025 ഒക്ടോബർ മാസം 24-ാം തീയതി വരെയും 2025 ഡിസംബർ 5-ാം തീയതി മുതൽ 2026 മാർച്ച് 25-ാം തീയതി വരെയും ഈ നക്ഷത്രക്കാർക്ക് പൂർണ്ണമായും ഗുണഫലത്തെ അനുഭവിക്കുന്നതാണ്. മാത്രമല്ല 2025 ഒക്ടോബർ 24-ാം തീയതി മുതൽ 2025 ഡിസംബർ 5 വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം 3-ാം ഭാവത്തിലാണെങ്കിൽ പോലും ഗുണഫലം തന്നെ അക്കാലഘട്ടത്തിലും അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഗുണഫലം എന്ന് പറയുന്ന സമയത്ത് 2-ൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെതായിരിക്കുന്ന അവസ്ഥയിൽ ധനലാഭവും ശത്രുക്ഷയവും, അപ്രകാരം കുടുംബസൗഖ്യം, ഭാര്യാസന്താനാദികളുടേതായിരിക്കുന്ന ലഭ്യത, വിവാഹം കഴിയാത്തവർക്ക് വിവാഹലഭ്യതയും, അപ്രകാരം ദാമ്പത്യമായിരിക്കുന്ന വിഷയത്തിലുള്ളതായിരിക്കുന്ന ഗുണാനുഭവങ്ങളും ഭാര്യാസൗഖ്യവും വന്നു ചേരുന്ന ലക്ഷണം
പ്രധാനമായും കാണുന്നുണ്ട്. ധനത്തിൻ്റെതായിരിക്കുന്ന ആഗമനം, ധനപരമായി തുടങ്ങുന്നതായിരിക്കുന്ന ബിസിനസ്സുകളിലുള്ള വൃദ്ധി മുതലായവയും ഇക്കാലഘട്ടത്തിൽ ഈ പറഞ്ഞ കൂറുകാർക്ക് സംഭവിക്കുന്നതാണ്. അതേ പ്രകാരം ഓരോ സ്ഥാനത്തു നിന്നുള്ള ഓരോ സ്ഥാനങ്ങളിലുമുള്ള അവരുടേതായിരിക്കുന്ന വ്യക്തമായ സജീവമായിരിക്കുന്ന സാന്നിധ്യവും അവരുടെ പ്രവർത്തനത്തിൻ്റെ ക്ഷമതയിലുള്ള വൃദ്ധിയും പ്രധാനമായും വളരെയധികം ഗുണപരമായി തന്നെ അനുഭവിക്കുന്നതാണ്. ഇനി ദോഷഫലം അനുഭവിക്കുന്ന കാലഘട്ടം 2025 മെയ് മാസം 14 മുതൽ 2025 മെയ് മാസം 23 വരെയും 2025 ജൂൺ 1 മുതൽ അതേ മാസം 29 വരെയും 2026 മാർച്ച് മാസം 25 മുതൽ അതേ വർഷം ജൂൺ മാസം 1 വരെയും ഈ ഇടവക്കൂറുകാർക്ക്, അതായത് കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകീരത്തിൻ്റെ ആദ്യ 2 പാദങ്ങളിലും ജനിച്ചവർക്ക് ദോഷഫലം അനുഭവിക്കുന്നതായും മനസ്സിലാക്കേണ്ടതാണ്. ദോഷഫലം പ്രധാനമായും ധനപരമായി ഉണ്ടാകുന്നതായ ക്ലേശങ്ങളും സാമ്പത്തിക ബാധ്യതകളും ശത്രുക്കളുടേതായിരിക്കുന്ന കൂടുതലായ അസ്വസ്ഥതകൾ അവരിൽ നിന്നും വന്നു ചേരുന്നതും കുടുംബകലഹവും ഭാര്യ മുതലായിരിക്കുന്നവരുടേതായിരിക്കുന്ന അസ്വസ്ഥതകളും അവരിൽ നിന്നുണ്ടാകുന്ന ദോഷങ്ങളും പ്രധാനമായും അനുഭവിക്കുന്നതാണ്. പ്രസ്തുത ദോഷപരിഹാരാർത്ഥം പ്രധാനമായും മഹാവിഷ്ണുവിങ്കൽ തുളസിമാല ചാർത്തുക, പാൽപ്പായസം കഴിക്കുക, വിഷ്ണു സൂക്തം പോലുള്ള വഴിപാടുകൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി കഴിക്കുക, കഴിയാവുന്നത്ര വിഷ്ണു ക്ഷേത്രം ദർശനം കഴിക്കുക എന്നിവയെല്ലാം ചെയ്യേണ്ടതാണ്. അടുത്തതായി മിഥുനക്കൂറ്. മകീരം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദങ്ങളും തിരുവാതിര നക്ഷത്രത്തിലും പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദങ്ങളിലും ജനിക്കുന്നവരാണ് മിഥുനക്കൂറിലുള്ളവർ. അങ്ങനെയുള്ള നക്ഷത്രക്കാർക്ക് ഈ വ്യാഴം ലഗ്നത്തിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. ലഗ്നത്തിൽ നിൽക്കുന്ന വ്യാഴം മിശ്രഫലമായിട്ടാണ് ആചാര്യന്മാരിൽ പറയപ്പെട്ടിട്ടുള്ളത്. ദോഷഫലങ്ങളോ ഗുണഫലങ്ങളോ എന്നതിനേക്കാൾ മിശ്രഫലത്തിനാണ് പ്രാധാന്യം. അതിൽ ദോഷഫലത്തിന് കുറച്ച് അനുഭവം കൊണ്ടും ഫലം കൊണ്ടും പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ചില സമയങ്ങളിൽ ഇതേ വിഷയങ്ങളിൽ ഇതേ ലഗ്നത്തിൽ നിൽക്കുന്ന വ്യാഴം തന്നെയും, അഥവാ ഒരു പർട്ടിക്കുലർ പീരീഡിൽ മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകത്തിലേക്ക് മാറുന്നതായിരിക്കുന്ന സാഹചര്യം വരുമ്പോഴൊക്കെ ഈ വ്യാഴം പ്രകടമായും ഗുണഫലവും ഇക്കൂട്ടർക്ക് നൽകുന്നുണ്ട്. അത് ഏതൊക്കെ സമയങ്ങളിലാണ് എന്ന് നോക്കുമ്പോൾ 2025 ഒക്ടോബർ മാസം 18 മുതൽ 2025 ഡിസംബർ മാസം 5 വരെയുള്ള കാലഘട്ടം വളരെ നല്ല ഫലമാണ് മിഥുനക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെതായിരിക്കുന്ന പൊസിഷനിൽ നിന്ന് ലഭിക്കുന്നത്. അതേപ്രകാരം 2025 മെയ് മാസം 14 മുതൽ 2025 ഒക്ടോബർ 18 വരെയും 2025 ഡിസംബർ 5 മുതൽ അവസാനിക്കുന്നതായ 2026 ജൂൺ മാസം 1 വരെയുള്ള കാലഘട്ടം ദോഷഫലവുമായിട്ടാണ് പറയപ്പെട്ടിട്ടുള്ളത്. അതിൽ അക്കാലഘട്ടത്തിൽ പ്രധാനമായും സ്ഥാനഭ്രംശം, എവിടെ നിൽക്കുന്നുവോ ആ സ്ഥാനത്ത് നിന്നുള്ളതായിരിക്കുന്ന ഒരു ഡീപ്രമോഷനായിരിക്കുന്ന അവസ്ഥകളും അപ്രകാരം കലഹങ്ങളും കുടുംബം മുതലായിരിക്കുന്ന വിഷയങ്ങളിലുള്ളതായിരിക്കുന്ന കലഹങ്ങളും നമ്മളുടേതായിരിക്കുന്ന ബുദ്ധി വിഷയത്തെ വേണ്ട വിധം പ്രവർത്തിപ്പിക്കാൻ സാധിക്കാത്തതായിരിക്കുന്ന ദോഷഫലങ്ങളും അപ്രകാരം ധനക്ഷയങ്ങളും സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളെ വേണ്ട വിധം ഉപകാരപ്രദമാകുന്ന വിധത്തിൽ ഉപകരിക്കാൻ നമുക്ക് സാധിക്കാത്തതായിരിക്കുന്ന അവസ്ഥകളും കുടുംബത്തിലുണ്ടാകുന്ന പല അസ്വസ്ഥതകളും ഈ മിഥുനക്കൂറുകാർക്ക് ദോഷകാലഘട്ടങ്ങളിൽ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ഗുണഫലങ്ങളാകട്ടെ ഈ പറഞ്ഞ വിഷയങ്ങൾക്കെല്ലാം തന്നെ വൈപരീത്യം എന്ന വണ്ണം ധനത്തിൻ്റെതായിരിക്കുന്ന ലബ്ധികളും സ്ഥാനങ്ങളിലുള്ളതായിരിക്കുന്ന ലഭ്യതകളും കലഹം മുതലായിരിക്കുന്ന വിഷയങ്ങളുടെ നിവാരണവും കുടുംബത്തിലുള്ളതായിരിക്കുന്ന ഭദ്രതയും
സാമ്പത്തികവും മാനസികവുമായിരിക്കുന്ന സുഖസമൃദ്ധികളും ഈ ലഗ്നത്തിലെ വ്യാഴം ഇവർക്ക് പ്രദാനം ചെയ്യുന്നതാണ്. അത് ആ വ്യാഴം മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന സമയം പ്രധാനമായും വ്യാഴത്തിൻ്റെ ഗോചര സമയമായതിനാൽ അക്കാലഘട്ടമാണ് ഏറ്റവും നല്ല അനുഭവഫലമായിട്ട് ഇവർക്ക് പറയേണ്ടതായിട്ടുള്ളത്. ഇതിൽ ദോഷം വരുന്ന കാലഘട്ടത്തിൽ മഹാവിഷ്ണുവിനെ ഭജിക്കുക എന്ന് തന്നെയാണ് പ്രധാനമായിട്ടും പറയേണ്ടത്. അതിൽ ഭഗവാനെ നെയ്വിളക്ക്, പുഷ്പാഞ്ജലി, പായസം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി തുടങ്ങിയവകൾ ചെയ്യുന്നത് അതീവ ശ്രേയസ്കരമാണ്. അപ്രകാരം വെണ്ണ കൊണ്ട് നിവേദ്യവും പാൽപ്പായസം, തിരുമുടിമാല മുതലായിരിക്കുന്ന വഴിപാടുകളും ചെയ്യുന്നത് വളരെ ശ്രേയസ്സാണ്. കഴിയുന്നത്ര വിഷ്ണുക്ഷേത്ര ദർശനവും വൈഷ്ണവ നാമജപങ്ങളും ചെയ്യുക എന്നതും ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായി കർക്കിടകക്കൂറ്, അതായത് പുണർദം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പാദവും പൂയൻ നക്ഷത്രം മുഴുവനും ആയില്യം നക്ഷത്രം മുഴുവനുമാകുന്ന നക്ഷത്ര സമുച്ചയമാണ് കർക്കിടകക്കൂറ്. അപ്പോൾ ഈ പറഞ്ഞതായിരിക്കുന്ന നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് വ്യാഴം 12 നിൽക്കുന്ന അവസ്ഥയാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കാലഘട്ടം പൊതുവേ ദോഷഫലമാണെങ്കിലും ചില കാലഘട്ടങ്ങളിൽ തന്നെ അതിൻ്റേതായിരിക്കുന്ന വേദപ്രതിവേദങ്ങളും ഗോചര ദോഷങ്ങളും ഗുണങ്ങളും മുതലായിരിക്കുന്ന മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനങ്ങളും കണക്കിലെടുത്ത് ഗുണഫലങ്ങളും വ്യക്തമായി ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് വ്യാഴം നൽകുന്നതായി നമുക്ക് കാണാവുന്നതാണ്. കർക്കിടകക്കൂർക്ക് ഗുണഫലങ്ങൾ ഏതെല്ലാം കാലഘട്ടത്തിലാണ് എന്ന് നോക്കുമ്പോൾ 2025 മെയ് മാസം 18 തീയതി മുതൽ 2025 ഒക്ടോബർ മാസം 18 വരെയുള്ള കാലഘട്ടവും 2025 ഡിസംബർ 5 മുതൽ 2026 ജൂൺ 1 വരെ വ്യാഴം മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്ന കാലഘട്ടം വരെയുള്ള അക്കാലഘട്ടം അത്രയും ഇവിടെ വളരെ ഗുണപരമായിരിക്കുന്ന ഫലമാണ് കർക്കിടകക്കൂറുകാർക്ക് അനുഭവിക്കുന്നത്. അവർക്ക് എത്ര ചിലവുകൾ വന്നാലും ആ ചിലവുകളെ മുഴുവൻ തന്നെ പരിഹരിക്കാനുള്ള അവസ്ഥകൾ വന്നു ചേരുകയും ദുർച്ചെലവുകൾ വളരെയധികം നിയന്ത്രിക്കാൻ സാധിക്കുകയും അപ്രകാരം യാത്ര മുതലായിരിക്കുന്ന വിഷയാദികളിൽ നിന്നും വിദേശം മുതലായിരിക്കുന്ന വിഷയങ്ങളിലേക്ക് പോകുവാനും വിദേശ യാത്രകളിലൂടെ ധനസമ്പാദനം നടത്തുവാനും വിദേശത്തിൽ പ്രത്യേകിച്ചും ദൂരസ്ഥലങ്ങളിൽ തന്നെ അവനവൻ്റേതായിരിക്കുന്ന സ്വാധീനം ചെലുത്തുവാനും സാധിക്കുന്നതാണ്. അതേപ്രകാരം ഒരുപാട് പുണ്യകർമ്മങ്ങൾക്കായി ധനം ചെലവഴിക്കുന്നതിനും തീവ്രമായ ദുഃഖങ്ങളിൽ നിന്ന് ശമനം ലഭിക്കുന്നതിനും ഈ കാലഘട്ടം ഉപയുക്തമാണ്. അതേപ്രകാരം പാപങ്ങളിൽ നിന്നുള്ള ക്ഷയത്തിന് വേണ്ടിയുള്ളതായിരിക്കുന്ന ജപങ്ങളും ഭാഗവത സപ്താഹം മുതലായിരിക്കുന്ന പുണ്യകർമ്മങ്ങളിൽ ഏർപ്പെടുന്നതിനും ഈ നക്ഷത്രക്കാർക്ക് ഈ ഗുണകാലങ്ങളിൽ സാധിക്കുന്നതാണ്. ദോഷഫലങ്ങളെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ദോഷകാലഘട്ടം നോക്കുമ്പോൾ 2025 മെയ് മാസം 14 മുതൽ 2025 മെയ് 18 വരെയുള്ള 4 ദിവസ കാലഘട്ടം പ്രത്യേകിച്ചും ദോഷകാലമായി കാണേണ്ടതുണ്ട്. അതേപ്രകാരം 2025 ഒക്ടോബർ 18 ശേഷം 2025 ഡിസംബർ 5 വരെയുള്ള കാലഘട്ടം മിശ്രഫലമായാണ് കാണപ്പെടുന്നത്. മിശ്രഫലം എന്ന് പറയുമ്പോൾ ഗുണവും ദോഷവും സമ്മേളിക്കുന്നതായിരിക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് അനുഭവിച്ചു വരിക. ഈ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള ദുർവ്യയങ്ങൾക്കും സാധ്യത. ദുർവ്യയം എന്ന് പറയുമ്പോൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ധാരാളം പൈസകൾ ചെലവഴിക്കുന്നതിനുള്ള സാധ്യതകളും അപ്രകാരം കുൽസിതമായിരിക്കുന്ന വൃത്തികളിൽ അതായത് അനാവശ്യമായിരിക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിനുള്ള വ്യഗ്രത ഉണ്ടാകുവാനും അതിലേക്കുള്ള താല്പര്യങ്ങൾ ഉണ്ടാക്കുവാനും യാത്ര മുതലായിരിക്കുന്ന വിഷയങ്ങളിൽ നിന്നും വിദേശാദികളിൽ നിന്നും പ്രതീക്ഷിച്ചത്ര ഗുണാനുഭവങ്ങൾ ഇല്ലാത്ത അവസ്ഥ വരുന്നതിനും യാത്രയിൽ ആപത്തുകൾക്കും അപകടങ്ങൾക്കും സാധ്യത ഉണ്ടാകുന്നതിനും എല്ലാം തന്നെ ശ്രദ്ധിച്ച് തന്നെ കാര്യങ്ങൾ നീക്കാൻ സാധ്യതയുള്ളതിനാൽ എത്രയും ശ്രദ്ധിച്ച് തന്നെ കാര്യങ്ങൾ നീക്കേണ്ടതാണ്.
ഇക്കൂട്ടർ ദോഷശമനത്തിനായിക്കൊണ്ട് ഭഗവാനെ മഹാവിഷ്ണുവിനെ പ്രത്യേകം ഭജിക്കേണ്ടതും മഹാവിഷ്ണുവിനായിക്കൊണ്ട് വഴിപാടുകളും പ്രത്യേകിച്ച് വിഷ്ണു സഹസ്രനാമം, നാരായണീയം, രാമായണം മുതലായിരിക്കുന്ന സൽക്കഥാപാരായണങ്ങൾ വേണ്ട വിധം നടത്തുകയും ചെയ്യുന്നത് ഉത്തമമാണ്. കഴിയാവുന്നത്ര വിഷ്ണുക്ഷേത്ര ദർശനം നിത്യേന നടത്തുന്നതും ദോഷങ്ങളെ പരിഹരിക്കുന്നതിൽ പ്രത്യേകം സ്ഥാനം വഹിക്കുന്നു. അടുത്തതായി ചിങ്ങക്കൂറുകാരുടേതായിരിക്കുന്ന ഫലങ്ങളാണ് പറയുന്നത്. ഇവരെ വ്യാഴമാറ്റം എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നോക്കുമ്പോൾ ചിങ്ങക്കൂറുകാർക്ക് 11-ലാണ് വ്യാഴം നിൽക്കുന്നത് എങ്കിലും സർവേ ലാഭഗ്രസിത എന്നുള്ള നിയമമൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ വളരെയധികം ഗുണഫലങ്ങൾ നൽകുന്നതായിട്ടാണ് പൊതുവെ നമ്മൾക്ക് താരതമ്യേന കാണാൻ സാധിക്കുക. എന്നാൽ ചില മറ്റു ഗ്രഹങ്ങളുടേതായിരിക്കുന്ന പൊസിഷനുകളും മറ്റ് ഗ്രഹങ്ങളുടേതായിരിക്കുന്ന സ്വാധീനങ്ങളും ഈ വ്യാഴത്തെ സ്വാധീനിക്കുമ്പോൾ കൂടുതൽ കാലഘട്ടം ആ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നതായി കാണുന്നില്ല. സാമാന്യമായിരിക്കുന്ന രീതിക്ക് ഈ വിഷയം ഒരു വൈരുദ്ധ്യമായി തോന്നാമെങ്കിലും ഇതാണ് ശാസ്ത്രത്തിൻ്റെ ഇതായിരിക്കുന്ന പദ്ധതിയിലൂടെ പോകുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കൂട്ടർ 11-ൽ വ്യാഴം നിൽക്കുന്നു എന്ന് വിചാരിച്ച് സൽക്കർമ്മങ്ങളിൽ നിന്നും പിന്മാറാതെ എത്രയും സൽക്കർമ്മങ്ങൾ ചെയ്ത് ആ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നതായിരിക്കുന്ന കാലഘട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ച് കാര്യങ്ങളിലേക്ക് നീങ്ങേണ്ടതാണ്. ആ ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന കാലഘട്ടം ഇക്കൂട്ടർക്ക്, അതായത് ചിങ്ങക്കൂർ എന്ന് പറയുമ്പോൾ മകം നക്ഷത്രവും പൂരം നക്ഷത്രവും ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിയും ഇങ്ങനെ അടങ്ങുന്നതായ ഈ 2.25 നക്ഷത്രം, മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗവും ചേർന്നതായിരിക്കുന്ന ചിങ്ങക്കൂറുകാർക്ക് ഗുണഫലങ്ങൾ എപ്പോഴാണെന്ന് നോക്കുമ്പോൾ 2025 ഒക്ടോബർ മാസം 18-ാം തീയതി മുതൽ 2025 നവംബർ മാസം 2-ാം തീയതി വരെയുള്ള കാലഘട്ടം ഇക്കൂട്ടർക്ക് വളരെയധികം ഗുണഫലങ്ങൾ നൽകുന്നതായി കാണാവുന്നതാണ്. ഗുണഫലങ്ങൾ നൽകുക എന്ന് പറയുന്ന സമയത്ത് സർവമായിരിക്കുന്ന അഭീഷ്ടകാര്യങ്ങളും ഇക്കൂട്ടർ വിചാരിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇവർക്ക് സാധിക്കുന്നതിനും അതേ പ്രകാരം ദോഷകാലഘട്ടം എപ്പോഴാണെന്ന് നോക്കുമ്പോൾ 2025 മെയ് മാസം 14-ാം തീയതി മുതൽ 2025 ഒക്ടോബർ മാസം 18-ാം തീയതി വരെയും അതേ പ്രകാരം 2025 ഡിസംബർ 5 മുതൽ 2026 ജൂൺ 1 വരെയും മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനങ്ങളാൽ ഇക്കൂട്ടർക്ക് ഗുണഫലം അനുഭവിക്കുന്നില്ല. മകം നക്ഷത്രം, പൂരം നക്ഷത്രം, ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം അടങ്ങുന്നതായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് ഈ ദോഷഫലങ്ങൾ എങ്ങനെ അനുഭവിക്കുന്നു എന്ന് നോക്കുന്ന സമയത്ത് വേണ്ടതായിരിക്കുന്ന അർഹതപ്പെട്ടതായിരിക്കുന്ന സ്ഥാനങ്ങൾ ലഭിക്കാതെ വരികയും ലഭിക്കേണ്ടുന്നതായിരിക്കുന്ന ധനങ്ങളിൽ ലഭ്യത ഇല്ലാതാവുകയും അതേ പ്രകാരം സ്ഥാനലബ്ധ്യാദികൾ എന്നുള്ളതായിരിക്കുന്ന വിഷയത്തിൽ പ്രമോഷൻ സാഹചര്യം ഉണ്ടായിട്ടും അത് പ്രമോഷൻ ആവാതെ നിൽക്കുന്നതായിരിക്കുന്ന അവസ്ഥയും അഭീഷ്ടകാര്യങ്ങൾ ലഭിക്കേണ്ടുന്നതിൻ്റേതായിരിക്കുന്ന അഭാവാദികളും എല്ലാം തന്നെ ഇക്കൂട്ടർക്ക് വളരെ ദോഷപരമായിട്ട് അനുഭവിക്കാൻ സാധ്യതകളുണ്ട്. ആരോഗ്യപരമായും ഇക്കൂട്ടർക്ക് ദോഷഫലങ്ങൾ പറഞ്ഞ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും ചില അവിചാരിതമായിരിക്കുന്ന അസുഖങ്ങൾ വന്നു ചേരാൻ സാധ്യതകളും കണക്കിലെടുക്കേണ്ടതാണ്. എന്നാൽ സ്വതവേ 11-ൽ വ്യാഴം നിൽക്കുന്ന സമയമായതുകൊണ്ട് എന്തൊക്കെ ദോഷഫലങ്ങൾ ഇക്കൂട്ടർക്ക് ഉണ്ടായാലും ആ ദോഷഫലങ്ങളെ ഈശ്വരഭജനം കൊണ്ട് മുൻകൂട്ടി അറിയുവാനും അതിൽ നിന്ന് ഗുണാനുഭവങ്ങൾ ഇല്ലെങ്കിലും ദോഷഫലങ്ങളെ നിവാരണം ചെയ്യുവാനുള്ളതായ സാഹചര്യങ്ങൾ ഒരുക്കുവാനും സാധിക്കുന്നതാണ്. വേണ്ടവിധം ഗ്രഹങ്ങളെ മനസ്സിലാക്കി ആരാധനകൾ ചെയ്തു പോരുകയാണെങ്കിൽ ദോഷഫലങ്ങളുടെ നിവാരണം മാത്രമല്ല ഗുണഫല ലഭ്യത കൂടി പ്രാപ്തമാക്കുവാനും സാധിക്കുന്നതാണ്. ഇക്കൂട്ടർ പ്രധാനമായും ചിങ്ങക്കൂറുകാർ ഈശ്വരഭജനം വേണ്ടവിധം നിർവഹിക്കുകയും ഏകാദശി മുതലായിരിക്കുന്ന വ്രതങ്ങൾ അനുഷ്ഠിക്കുകയും മഹാവിഷ്ണുവിന് വിഷ്ണു സൂക്തം, പുരുഷ സൂക്തം മുതലായിരിക്കുന്ന പുഷ്പാഞ്ജലി അർപ്പിക്കുകയും
ചെയ്തു പോരേണ്ടതാണ്. ഇപ്രകാരം ചെയ്തു പോന്നാൽ സന്താനലബ്ധ്യാദികളും ധനലബ്ധ്യാദികളും മുതലായിരിക്കുന്ന സകല സൗഖ്യങ്ങളും അനുഭവിക്കാനും ലക്ഷണം കാണുന്നുണ്ട്. അടുത്തതായി കന്നിക്കൂറ്, അതായത് ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദവും അത്തം നക്ഷത്രം മുഴുവനും ചിത്രയുടെ ആദ്യത്തെ 2 പകുതിയും ചേർന്നതായ കന്നിക്കൂറുകാർക്ക് സ്വതവേ വ്യാഴം 10 നിൽക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. 10ാം ഭാവത്തിൽ ഗോചരശാസ്ത്രപ്രകാരം ഈ 10ാം ഭാവത്തിൽ അനിഷ്ടഫലത്തെയാണ് പ്രദാനം ചെയ്യുന്നത്. എങ്കിലും കൂടുതൽ കാലഘട്ടം മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനങ്ങളെ ഉൾക്കൊണ്ട് ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് ഗുണഫലങ്ങൾ അനുഭവിപ്പാൻ ലക്ഷണം കാണുന്നുണ്ട്. അത് ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന കാലഘട്ടം ആദ്യം നോക്കാം. 2025 മെയ് മാസം 14-ാം തീയതി മുതൽ 2025 ജൂൺ മാസം 15-ാം തീയതി വരെയും 2025 ജൂൺ മാസം 29-ാം തീയതി മുതൽ 2025 ജൂലൈ മാസം 27-ാം തീയതി വരെയും 2026 ഏപ്രിൽ മാസം 19-ാം തീയതി മുതൽ 2026 ജൂൺ മാസം 1-ാം തീയതി വരെയും ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണഫലങ്ങൾ അനുഭവിക്കുന്നതായി കാണാവുന്നതാണ്. മാത്രമല്ല 2025 ഒക്ടോബർ മാസം 18-ാം തീയതി മുതൽ 2025 ഡിസംബർ മാസം 5-ാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ കന്നിക്കൂറുകാർക്ക് 11-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലഘട്ടമായതുകൊണ്ട് അതിൻ്റേതായിരിക്കുന്ന ഗുണഫലങ്ങളും വ്യക്തമാകുന്ന രീതിയിൽ അനുഭവിപ്പാൻ ലക്ഷണം കാണുന്നുണ്ട്. ഉത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, അത്തം നക്ഷത്രം, ചിത്രയുടെ ആദ്യത്തെ 2 പാദം എന്നടങ്ങുന്ന നക്ഷത്രക്കാർക്ക് സ്വതവേ ഈ വർഷം ഗുണഫലമായിട്ടാണ് അനുഭവവേദ്യമാകുന്നത്. ഇതിൽ ദോഷഫലങ്ങൾ അനുഭവിക്കുന്നതായിരിക്കുന്ന അവസ്ഥാവിശേഷത്തെ പറയുന്നതിന് മുൻപ് ഗുണഫലങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. വ്യാഴം 10ാം ഭാവത്തിൽ നിൽക്കുന്നതായിരിക്കുന്ന അവസ്ഥയിൽ ചെയ്യുന്ന ഗുണഫലങ്ങളെക്കുറിച്ച് നോക്കുന്ന സമയത്ത് ഏതൊരു കർമ്മത്തിലുള്ള ലബ്ധിയാണ് പ്രധാനമായും ഗുണകരമായി പറയേണ്ടത്. അഥവാ കർമ്മത്തിലേക്ക് തയ്യാറെടുക്കുന്ന ആളുകളാണെങ്കിൽ അതിലേക്കുള്ളതായിരിക്കുന്ന വ്യക്തമായ സ്ഥാനാരോഹണം പ്രതീക്ഷിക്കാവുന്നതാണ്. മാത്രമല്ല ധനലബ്ധ്യാദികളും വിവാഹാദിലബ്ധ്യാദികളും ഗൃഹനിർമ്മാണാദി അനുഭവങ്ങളും ഇക്കൂട്ടർക്ക് സാധിക്കുന്നതാണ്. കന്യക്കൂറുകാർക്കുള്ള ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ നോക്കാം. അതായത് ഉത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, അത്തം നക്ഷത്രം, ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യ 2 പാദത്തിൽ ജനിച്ചവർ എന്നിവർക്ക് 2025 ജൂൺ മാസം 5-ാം തീയതി മുതൽ 2025 ജൂൺ മാസം 29-ാം തീയതി വരെയുള്ള കാലഘട്ടവും 2025 ജൂലൈ 26 മുതൽ 2025 ഒക്ടോബർ 18-ാം തീയതി വരെയുള്ള കാലഘട്ടവും 2025 ഡിസംബർ 5-ാം തീയതി മുതൽ 2026 ഏപ്രിൽ മാസം 19-ാം തീയതി വരെയുള്ള കാലഘട്ടവും ഈ കന്നിക്കൂറുകാർക്ക് ദോഷകാലഘട്ടങ്ങളായി തന്നെ കാണേണ്ടതാണ്. കർമ്മത്തിലുള്ളതായിരിക്കുന്ന നാശം തന്നെയാണ് ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കപ്പെടേണ്ടത്. അതായത് ജോലി സ്ഥാനത്തുള്ളതായിരിക്കുന്ന ഡീപ്രമോഷനായിരിക്കുന്ന അവസ്ഥകളും, അപ്രകാരം ജോലി നഷ്ടപ്പെട്ടതായിരിക്കുന്ന അവസ്ഥകളും, അപ്രകാരം ജോലി ചെയ്യേണ്ടതായിരിക്കുന്ന അവസ്ഥകളിൽ പല തരത്തിലുള്ള അപമാനങ്ങൾ ലഭിക്കേണ്ടി വരുന്നതിനും, ആജ്ഞാക്ഷതി എന്ന് പറയുന്ന സമയത്ത് പറഞ്ഞാൽ മറ്റുള്ളവർ കേൾക്കാതിരിക്കുന്നതായിരിക്കുന്ന അവസ്ഥകളും ഈ വ്യാഴ മാറ്റം ഇവർക്ക് സ്വാധീനിക്കുന്നതാണ്. മാത്രമല്ല സ്വന്തം സ്ഥാനത്തു നിന്നുള്ളതായിരിക്കുന്ന മാറ്റങ്ങളും വളരെ ഗൗരവമായി തന്നെ അർത്ഥനാശം എന്ന് പറയുമ്പോൾ പൂർണ്ണമായും ധനം എത്ര കയ്യിൽ കിട്ടിയാലും ആ കിട്ടുന്ന ധനങ്ങളെല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോകുവാനും സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈശ്വരനെ വേണ്ടവിധം ഭജിക്കേണ്ടതും ദോഷകാലഘട്ടങ്ങളിൽ യാതൊരു കർമ്മങ്ങൾക്ക് വേണ്ടിയും കൂടുതലായി ധനം ചെലവഴിക്കാതിരിക്കേണ്ടതും, ഗുണം പറഞ്ഞതായിരിക്കുന്ന കാലഘട്ടത്തിൽ കൂടുതലായി ധനം സമ്പാദിക്കുന്നതിലേക്കുള്ള കാര്യങ്ങളിലേക്ക് യത്നിക്കേണ്ടതുമാണ്. ദോഷഫലങ്ങളുടെ നിവാരണാർത്ഥം
മഹാവിഷ്ണുവെങ്കിൽ തന്നെ പ്രധാനമായും ഗീതം വാദ്യം മുതലായിരിക്കുന്ന വിഷയങ്ങളിലുള്ളതായിരിക്കുന്ന അർപ്പണം, അതായത് മഹാവിഷ്ണുവിന് ഏതെങ്കിലും നിലയ്ക്കുള്ളതായിരിക്കുന്ന വാദ്യങ്ങളെ കൊണ്ടോ സോപാന സംഗീതമോ അഥവാ മറ്റുള്ളതായിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള വാദ്യോപകരണങ്ങളിലുള്ളതായിരിക്കുന്ന വഴിപാടുകളുണ്ടെങ്കിൽ അത്തരം വഴിപാടുകൾ ചെയ്യിപ്പിക്കേണ്ടതും പൂജാദികൾ ഭഗവാന് കഴിയും വിധം യഥാശക്തിയാകും വിധം പൂജാദികളോ അഥവാ അതിൻ്റെ ഏറ്റവും ചെറിയ ഫോമായിരിക്കുന്ന വിളക്ക്, മാല, പായസം, പുഷ്പാഞ്ജലി മുതലായിരിക്കുന്ന വഴിപാടുകൾ ഭഗവാന് ചെയ്തു പോരുകയും ചെയ്യേണ്ടതാണ്. ഇപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ ഈശ്വരഭജനം ചെയ്യുകയുമാണെങ്കിൽ മേൽപ്പറഞ്ഞ ദോഷങ്ങളിൽ നിന്ന് നിവാരണം വരുത്തുവാനും സാധിക്കുന്നതാണ്. തുലാക്കൂറിനെ സംബന്ധിച്ച് പറയുമ്പോൾ ചിത്രയുടെ അവസാനത്തെ 2 പാദവും ചോതി നക്ഷത്രവും വിശാഖത്തിൻ്റെ ആദ്യത്തെ 3 പാദവും ചേർന്നതാണ് തുലാക്കൂർ. അപ്പോൾ ഈ പറഞ്ഞ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തുലാക്കൂറുകാർക്ക് 9-ൽ വ്യാഴമാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. 9-ൽ വ്യാഴം നിൽക്കുന്ന സമയത്ത് സ്വതവേ ഗുണഫലമാണെങ്കിലും ചില ഗ്രഹങ്ങളുടെ സ്വാധീനങ്ങളെ കൊണ്ട് ദോഷവും ഗുണങ്ങളും വരുന്ന കാലഘട്ടം കാണാനുണ്ട്. ഗുണങ്ങൾ വരുന്ന കാലഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ 2025 ജൂൺ മാസം 7-ാം തീയതി മുതൽ 2025 ജൂൺ 22-ാം തീയതി വരെയുള്ള കാലഘട്ടവും 2025 സെപ്റ്റംബർ 14-ാം തീയതി മുതൽ 2025 ഒക്ടോബർ 18-ാം തീയതി വരെയുള്ള കാലഘട്ടവും 2025 ഡിസംബർ 5-ാം തീയതി മുതൽ 2026 ജൂൺ മാസം 1-ാം തീയതി വരെയുള്ള വ്യാഴം പോകുന്നതോടുകൂടി വരെയുള്ള കാലഘട്ടവും ഇക്കൂട്ടർക്ക് വളരെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നതാണ്. ഭാഗ്യമാണ് ഏറ്റവും കൂടുതൽ ലഭിക്കുവാനുള്ളതായ ഗുണഫലത്തിൻ്റെ പ്രധാനമായത്. ഭാഗ്യം, ധർമ്മം, ദയ, പുണ്യം, തപസ്, അതായത് നിശ്ചയമായിരിക്കുന്ന കാര്യങ്ങൾ, പിതൃഗുണങ്ങൾ മുതലായിരിക്കുന്ന അവസ്ഥകളെല്ലാം തന്നെ 9-ലെ വ്യാഴം നിൽക്കുന്നവർക്ക് അനുകൂലമായി തന്നെ ലഭിക്കുന്നതായി കാണുന്നുണ്ട്. അതേപ്രകാരം ഭാര്യ, സന്താനങ്ങൾ, കുടുംബം, അതിൽ നിന്നുള്ളതായിരിക്കുന്ന നിപുണതകൾ, പല തരത്തിലുള്ള വിഷയങ്ങളുടേതായിരിക്കുന്ന ലഭ്യതകൾ മുതലായ വിഷയങ്ങളും, കർമ്മം മുതലായിരിക്കുന്ന വിഷയങ്ങൾ, ഏതൊരു കർമ്മ മേഖലയിൽ പോയിപ്പെട്ടാലും ആ ചെയ്യുന്നതായിരിക്കുന്ന കർമ്മങ്ങളിൽ പൂർണ്ണമായും വ്യക്തിമുദ്ര പതിപ്പിക്കുവാനും അതിലൂടെ ജനോപകാരപ്രകാരമാകുന്ന വിധം കാര്യങ്ങളെ നീക്കുവാനും 9-ൽ വ്യാഴം നിൽക്കുന്നവർക്ക് സാധിക്കുന്നതായി കാണാവുന്നതാണ്. കുടുംബസൗഖ്യം, സ്വതവേ ഭാര്യാസന്താന പിത്രാദികളുടേതായിരിക്കുന്ന സൗഖ്യം എന്ന് പറയുമ്പോൾ കുടുംബസൗഖ്യം ഇക്കൂട്ടർക്ക് ഈ വർഷം സുലഭമായി തന്നെ ലഭിക്കുന്നതാണ്. അതിൽ ദോഷഫലം പറഞ്ഞതായിരിക്കുന്ന സമയത്തേക്കുള്ള കാലഘട്ടങ്ങളെ പ്രത്യേകം വിവേചിച്ചറിഞ്ഞ് പരിഹാരാദികൾ വേണ്ട വിധം ചെയ്തു പോരുകയും വേണം. ദോഷകാലഘട്ടം പറയുമ്പോൾ 2025 മെയ് മാസം 14-ാം തീയതി മുതൽ 2025 ജൂൺ 7 വരെയുള്ള കാലഘട്ടവും 2025 ജൂൺ 22 മുതൽ 2025 സെപ്റ്റംബർ 14 വരെയുള്ള കാലഘട്ടവും ദോഷഫലമായി കാണുന്നുണ്ട്. അതേപ്രകാരം 2025 ഒക്ടോബർ 18-ാം തീയതി മുതൽ 2025 ഡിസംബർ 5-ാം തീയതി വരെയുള്ളതായിരിക്കുന്ന വ്യാഴത്തിൻ്റെ കർക്കിടക രാശിയിലേക്ക് വരുന്നതായിരിക്കുന്ന സ്ഥിതിയും ഇക്കൂട്ടർക്ക് ദോഷഫലമായി തന്നെ കാണേണ്ടതാണ്. ദോഷഫലത്തിൻ്റെതായിരിക്കുന്ന അവസ്ഥയിൽ ഗുണഫലം പറഞ്ഞതിൻ്റെ വിപരീതാർത്ഥം തന്നെ പ്രധാനമായും അനുഭവിക്കുന്നതാണ്. അതായത് ഇക്കൂട്ടർക്ക് ഭാര്യ, സന്താനങ്ങൾ, ധനങ്ങൾ മുതലായിരിക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ ദോഷകരമായ രീതിയിൽ തന്നെ ബാധിക്കുന്നതാണ്. അഥവാ അതുകളിൽ നിന്ന് ഭാര്യയിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും പിതാവ് മുതലായിരിക്കുന്നവരിൽ നിന്നൊക്കെ വരേണ്ടതായിരിക്കുന്ന ഗുണാനുഭവങ്ങൾ വരാതെ ഇരിക്കുന്ന സാഹചര്യങ്ങളും അതേപ്രകാരം ഭാഗ്യം തുണയ്ക്കാത്തതായിരിക്കുന്ന ചില സാഹചര്യങ്ങളും ചെയ്തതായിരിക്കുന്ന പ്രവർത്തികളിൽ വേണ്ട വിധം സാറ്റിസ്ഫാക്ഷനോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തതായിരിക്കുന്ന അവസ്ഥകളും അതേപ്രകാരം വേണ്ടുന്നതായിരിക്കുന്ന പ്രതിഫലം ലഭിക്കാത്തതായിരിക്കുന്ന സാഹചര്യങ്ങളും കർമ്മത്തിൽ വേണ്ട വിധം പ്രവർത്തിക്കാനുള്ളതായിരിക്കുന്ന അധികാരങ്ങളോ ആഭിജാത്യങ്ങളോ ഇല്ലാത്തതായിരിക്കുന്ന അവസ്ഥകളും ഇക്കൂട്ടർക്ക് ദോഷകാലഘട്ടങ്ങളിൽ
സംഭവിക്കുന്നതാണ്. ഈ ദോഷങ്ങളുടേതായിരിക്കുന്ന പരിഹാരാർത്ഥം പ്രത്യേകം ഭഗവാനെ ഉപാസിക്കുക, മഹാവിഷ്ണുവിനെ ഉപാസിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത്. ഉപാസനയ്ക്കായി വിഷ്ണു സഹസ്രനാമങ്ങളോ അഥവാ നാരായണീ ജപങ്ങളോ ഏറ്റെടുക്കാവുന്നതാണ്. മാത്രമല്ല തീർത്ഥയാത്രകളും മുതലായ വൃന്ദാവനം, ദ്വാരക, മധുര തുടങ്ങിയ അനേക തീർത്ഥയാത്രകളിൽ എല്ലാം വേണ്ട വിധം അവനവൻ്റെ ശക്തിക്കനുസരിച്ച് യഥാശക്തി യഥാഭക്തിയർത്ഥം പോയി ആ ദേവതകളെ ദർശനം ചെയ്യുകയും സമീപത്തുള്ളതായിരിക്കുന്ന വിഷ്ണു ക്ഷേത്രങ്ങളിൽ കഴിയുന്നത്ര ദർശനം ചെയ്തു പോരുകയും ചെയ്തുകൊണ്ടാൽ മേൽപ്പറഞ്ഞ ദോഷഫലങ്ങൾക്ക് ഒരു പരിധിവരെ നിവാരണം വരുത്തുവാൻ സാധിക്കുന്നതാണ്. വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാനത്തെ 4-ാം പാദവും അനിഴം നക്ഷത്രം മുഴുവനും തൃക്കേട്ട നക്ഷത്രം മുഴുവനും ചേർന്നതായ വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴം 8-ാം ഭാവത്തിലാണ് ഈ വർഷം ചലിക്കുന്നത്. സ്വതവേ ദോഷഫലമായിട്ടാണ് 8-ൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ചാരത്തെ നോക്കി കാണുന്നതെങ്കിലും ഇക്കൂട്ടർക്കും മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ട് ഗുണഫലമായിരിക്കുന്ന സാഹചര്യങ്ങൾ ധാരാളമായി തന്നെ കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഗുണഫല കാലഘട്ടങ്ങളെക്കുറിച്ച് ആദ്യം നോക്കാം. വൃശ്ചികക്കൂറുകാർക്ക് 2025 മെയ് മാസം 28-ാം തീയതി മുതൽ 2025 സെപ്റ്റംബർ മാസം 13-ാം തീയതി വരെയുള്ള കാലഘട്ടവും 2025 സെപ്റ്റംബർ 15-ാം തീയതിക്ക് ശേഷം 2025 ഒക്ടോബർ 18-ാം തീയതി വരെയുള്ള കാലഘട്ടവും ഈ വൃശ്ചികക്കൂറുകാർക്ക് ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതായി കാണുന്നുണ്ട്. അപ്രകാരം ഗുണഫലങ്ങൾ അനുഭവിക്കുക എന്ന് പറയുന്നത് ആയുസ്സിലുള്ളതായിരിക്കുന്ന വൃദ്ധികളും രോഗത്തിൻ്റെതായിരിക്കുന്ന ശമനങ്ങളും കർമ്മങ്ങളുള്ളതായിരിക്കുന്ന അഭിവൃദ്ധികളും ധനപരമായുണ്ടാകുന്ന വളർച്ചകളും സൽകീർത്തികൾ വരെ ഇക്കൂട്ടർക്ക് ഈ ഗുണമായിരിക്കുന്ന കാലഘട്ടത്തിൽ ലഭിക്കുന്നതാണ്. വൃശ്ചികം കൂറുകാരുടെ, അതായത് വിശാഖത്തിൻ്റെ അവസാനത്തെ 4-ാം പാദവും അനിഴം നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രത്തിലും ജനിച്ചവർക്ക് പ്രത്യേകം ഗുണഫലങ്ങളെ നൽകുന്ന കാലഘട്ടങ്ങളെ മുൻപ് പറഞ്ഞുവല്ലോ. ഇപ്പോൾ ദോഷഫലങ്ങളെ നൽകുന്ന കാലഘട്ടത്തെക്കുറിച്ച് നോക്കുമ്പോൾ 2025 മെയ് മാസം 14-ാം തീയതി മുതൽ 2025 മെയ് മാസം 28-ാം തീയതി വരെയുള്ളതായിരിക്കുന്ന 4 ദിവസവും, അതേപ്രകാരം 2025 സെപ്റ്റംബർ മാസം 13-ാം തീയതി മുതൽ സെപ്റ്റംബർ മാസം 15-ാം തീയതി വരെയുള്ളതായിരിക്കുന്ന 2 ദിവസ കാലഘട്ടവും, 2025 ഡിസംബർ 5-ാം തീയതിക്ക് ശേഷം 2026 ജൂൺ 1-ാം തീയതി വരെയുള്ളതായിരിക്കുന്ന വ്യാഴം മാറുന്നതായിരിക്കുന്ന കാലഘട്ടം വരെയും, അതായത് 2026 ജൂൺ മാസം 1-ാം തീയതി വരെയുള്ള കാലഘട്ടവും ഇക്കൂട്ടർക്ക് ദോഷഫലമായിട്ടാണ് അനുഭവിക്കുന്നത്. മാത്രമല്ല 2025 ഒക്ടോബർ മാസം 18-ാം തീയതിക്ക് ശേഷം 2025 ഡിസംബർ മാസം 5-ാം തീയതി വരെയുള്ളതായ വ്യാഴം 8-ൽ നിന്നും 9-ലേക്ക് മാറുന്ന കാലഘട്ടത്തിലും മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ട് ഇക്കാലഘട്ടവും ഇവർക്ക് ദോഷകാലമായി തന്നെ പറയേണ്ടതാണ്. എന്നാൽ ആദ്യം പറഞ്ഞതായിരിക്കുന്ന ദോഷകാലഘട്ടത്തിൽ ഇക്കൂട്ടർക്ക് ദോഷഫലങ്ങൾ കൂടുതൽ അനുഭവിക്കാൻ ലക്ഷണവും, എന്നാൽ രണ്ടാമത് പറഞ്ഞതായിരിക്കുന്ന 2025 ഒക്ടോബർ 15-ന് ശേഷമുള്ള 2025 ഡിസംബർ 5 വരെ പറഞ്ഞതായിരിക്കുന്ന കാലഘട്ടത്തിൽ ഗുണങ്ങളുടെ അഭാവവുമാണ് ഫലമെന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഈ ദോഷകാലഘട്ടത്തിൽ പ്രത്യേകം മൃത്യുതുല്യമായിരിക്കുന്ന അവസ്ഥകൾ അനുഭവിക്കാൻ തന്നെ ലക്ഷണം കാണുന്നുണ്ട്. മാത്രമല്ല അതിന് സമാനമായ തീവ്രമായിരിക്കുന്ന രോഗങ്ങൾ വന്നു ചേരുന്നതിനും ബന്ധനം മുതലായിരിക്കുന്ന വിഷയങ്ങൾ വന്നു ചേരുന്നതിനും സാധ്യതകൾ കാണുന്നുണ്ട്. തീവ്രമായിരിക്കുന്ന ദുഃഖങ്ങൾ അനുഭവിക്കുന്നതിനും സദാസമയത്തും വളരെയധികം യാത്രകൾ ചെയ്ത്
വളരെയധികം വൈഷമ്യങ്ങൾ അനുഭവിക്കുന്നതിനും ഈ കാലഘട്ടം സാധിക്കുന്നതാണ്. എന്നാൽ ഇത്തരത്തിലുള്ള കാലഘട്ടത്തിലെ ദോഷനിവാരണാർത്ഥം ഭഗവാൻ മഹാവിഷ്ണുവിനെ തന്നെ പ്രത്യേകിച്ച് ഭജിക്കുകയും അപ്രകാരം ഭഗവത് നാമങ്ങൾ നിത്യേന ഉരുവിടുകയും ചെയ്തു കഴിഞ്ഞാൽ, അതേപ്രകാരം വിഷ്ണു ക്ഷേത്രത്തിൽ വിളക്ക്, മാല, പായസം മുതലായിരിക്കുന്നവയും വിഷ്ണു സഹസ്രനാമം മുതലായിരിക്കുന്ന അർച്ചനകൾ ചെയ്യുകയും ഭാഗവതം മുതലായിരിക്കുന്ന പാരായണങ്ങളിൽ പങ്കെടുക്കുക മുതലായവയൊക്കെ ചെയ്ത് സൽക്കർമ്മങ്ങളിലൂടെ ദോഷഫലങ്ങളെ അകറ്റുവാൻ പ്രത്യേകം ദോഷകാലഘട്ടത്തിൽ ശ്രമിക്കേണ്ടതും നല്ലതാണ്. മൂലം നക്ഷത്രം, പൂരാടം നക്ഷത്രം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യപാദം. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ധനുക്കൂർ എന്നാണ് പറയുക. ധനുക്കൂറിൽ ജനിച്ചവർ എന്ന് പറയും, ധനു ജന്മരാശി എന്ന് പറയും. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വ്യാഴം ഈ വർഷം 7-ാം ഭാവത്തിൽ ചരിച്ചുകൊണ്ടിരിക്കുന്നു. 7-ാം ഭാവത്തിൽ ചരിക്കുന്നത് വളരെ നല്ല ഫലമായിട്ടാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. എങ്കിലും ചില മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനങ്ങളെ കൊണ്ട് ചില കാലം ദോഷകാലമായും ചില കാലം ഗുണകാലമായിട്ടും വരുന്നുണ്ട്. ആദ്യം ഗുണപ്രദമാകുന്ന കാലത്തെക്കുറിച്ച് നോക്കാം. 2025 മെയ് മാസം 14-ാം തീയതി മുതൽ 2025 മെയ് മാസം 18-ാം തീയതി വരെയുള്ളതായിരിക്കുന്ന 4 ദിവസവും, അതേപ്രകാരം 2025 ഒക്ടോബർ മാസം 18-ാം തീയതി മുതൽ 2025 ഡിസംബർ മാസം 5-ാം തീയതി വരെയുള്ളതായ കാലഘട്ടവും, ആ കാലഘട്ടത്തിൽ വ്യാഴം ഇക്കൂട്ടർക്ക് അഷ്ടമത്തിലാണെങ്കിൽ പോലും ആ കാലഘട്ടവും വളരെ ഗുണഫലങ്ങളെ അനുഭവിക്കുന്നതായി നമുക്ക് കാണാവുന്നതാണ്. ഗുണഫലങ്ങൾ എന്ന് പറയുന്ന സമയത്ത് നിൽക്കുന്നതായിരിക്കുന്ന വ്യാഴത്തിൻ്റെതായിരിക്കുന്ന ഗുണഫലങ്ങൾ വളരെ പ്രശംസിക്കപ്പെട്ടതാണ്. സന്താനങ്ങളിൽ നിന്നുള്ള ഗുണങ്ങളുണ്ടാവുക, ഭാര്യയിൽ നിന്നുള്ള ഗുണങ്ങളുണ്ടാവുക, ഭാര്യയ്ക്ക് ജോലി മുതലായിരിക്കുന്ന കാര്യങ്ങൾ വന്നു ചേരുക, വിവാഹാദി വിഷയങ്ങൾ നടക്കുവാനുള്ള സാഹചര്യം ഉണ്ടാവുക, അപ്രകാരം ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ടതായിരിക്കുന്ന പല കാര്യങ്ങളിലും ഫലപ്രാപ്തി കാണുക, വാക്യം മുതലായിരിക്കുന്ന വിദ്യാഭ്യാസ വിഷയങ്ങളിൽ വളരെയധികം ശോഭിക്കേണ്ടതായിരിക്കുന്ന അവസ്ഥകളുണ്ടാവുക, എന്ത് കാര്യങ്ങളിൽ ഏർപ്പെട്ടാലും ആ കാര്യങ്ങളിൽ എല്ലാം തന്നെ ഗുണകരമായിരിക്കുന്ന പോസിറ്റിവിറ്റി ആയിരിക്കുന്ന ഫലങ്ങൾ വന്നു ചേരുക, അവാർഡ്സുകളും റിവാർഡ്സുകളും വന്നു ചേരുക മുതലായിരിക്കുന്ന ഗുണഫലങ്ങൾ ഈ 7-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ വന്നു ചേരുന്നതായി മനസ്സിലാക്കാം. മാത്രമല്ല ധനത്തിൻ്റെതായിരിക്കുന്ന ആഗമനവും ഗുണകാലഘട്ടത്തിൽ വന്നു ചേരുന്നതാണ്. എന്നാൽ ഇതിൻ്റെ ദോഷകാലഘട്ടം എപ്പോഴാണെന്ന് നോക്കുമ്പോൾ 2025 മെയ് മാസം 18-ാം തീയതി മുതൽ 2025 ഒക്ടോബർ 18-ാം തീയതി വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടവും, 2025 ഡിസംബർ മാസം 5-ാം തീയതി മുതൽ 2026 ജൂൺ മാസം 1-ാം തീയതി വരെയുള്ള കാലഘട്ടവും ഈ വ്യാഴം ഇവർക്ക് ഈ പറഞ്ഞ ധനുക്കൂറുകാർക്ക്, മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദത്തിലും ജനിച്ചവർക്ക് ദോഷഫലമാണ് നൽകുന്നതെന്ന് മനസ്സിലാക്കാം. ദോഷഫലം വരുന്ന സമയത്ത് ഭാര്യ മുതലായിരിക്കുന്നവരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും വിയോഗാദികൾ സംഭവിക്കുന്നതിനും, ധനമുതലായിരിക്കുന്ന കാര്യങ്ങളിൽ നഷ്ടം സംഭവിക്കുന്നതിനും, അതേപ്രകാരം അപമാനങ്ങളും മാനഹാനികളും വന്നു ചേരുന്നതിനും ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. മാത്രമല്ല അവനവൻ്റേതായിരിക്കുന്ന ബുദ്ധി സാമർഥ്യം ഈ കാലഘട്ടത്തിൽ വേണ്ട വിധം വിനിയോഗിക്കാൻ സാധിക്കാത്തതും, അവനവൻ്റേതായിരിക്കുന്ന വേണ്ട വിധത്തിലുള്ള പ്രസൻസിൻ്റേതായിരിക്കുന്ന അഭാവം മൂലം പല അസാധ്യതകളും പല അർഹതപ്പെട്ടതായിരിക്കുന്ന പല വസ്തുക്കളും നഷ്ടപ്പെട്ടു പോകുന്നതിനും സാധ്യതകളും ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നതാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യകാലം ജനിച്ചവർക്ക് ദോഷകാലഘട്ടങ്ങളും ഗുണമനുഭവിക്കേണ്ട കാലഘട്ടങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൽ ദോഷം അനുഭവിക്കേണ്ട കാലഘട്ടങ്ങളിൽ ദോഷം അനുഭവിക്കാതിരിക്കാനായിക്കൊണ്ട് പ്രത്യേകം മാല ചാർത്തുക, പ്രത്യേകിച്ച് തുളസിമാല അഥവാ തെച്ചി, താമര, തുളസി, പിച്ചകം മുതലായിരിക്കുന്ന ഭഗവാൻ ഇഷ്ടപ്പെട്ടതായിരിക്കുന്ന താമര മുതലായിരിക്കുന്ന മാലകൾ ഉണ്ടാക്കി വിഷ്ണു ക്ഷേത്രത്തിൽ സമർപ്പിക്കുകയോ അഥവാ അതിന് സമാനമായിരിക്കുന്ന പുഷ്പം മുതലായിരിക്കുന്നവ ഭഗവാൻ സമർപ്പിക്കുകയോ തൽപരിഹാരമായി ചെയ്യേണ്ടതാണ്. ഏറ്റവും പ്രധാനമാണ് പുഷ്പമാല ചാർത്തുന്നത്. എന്നാൽ
യഥാശക്തിയായി സ്വർണ്ണമാലകളോ മറ്റ് അലങ്കാര വിഷയങ്ങളെല്ലാം തന്നെ ഭഗവാന് സമർപ്പിക്കുന്നതും ഭൂഷണാദികളെല്ലാം തന്നെ അവനവൻ്റെ യഥാശക്തിയായി സമർപ്പിക്കുന്നതും വളരെ ശ്രേയസ്സായി പറയേണ്ടതാണ്. ദീപസമർപ്പണം 7 വ്യാഴം നിൽക്കുന്ന സമയത്തുള്ള ദോഷഫലത്തിന് സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ്. അതേ പ്രകാരം വിഷ്ണുഭുജംഗം മുതലായിരിക്കുന്ന അവസ്ഥകൾ വയസ്സാകുന്ന കാലഘട്ടത്തിലാണെങ്കിൽ പ്രത്യേകിച്ചും അത് വിഷ്ണുഭുജംഗം, വിഷ്ണു സഹസ്രനാമ ജപങ്ങൾ പ്രത്യേകിച്ചും ചെയ്യേണ്ടതാണ്. വിദ്യാർത്ഥികൾക്കും അപ്രകാരം ദോഷ നിവാരണത്തിനായി നാരായണനാമം കഴിയുന്നത്ര ജപിക്കേണ്ടതും അതേ പ്രകാരം വിഷ്ണു സഹസ്രനാമം പല പ്രതിസന്ധികൾ വരുമ്പോഴും ആ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനായി ഭഗവത് നാമത്തിൽ ഏറ്റവും ഉത്കൃഷ്ടമായ വിഷ്ണു സഹസ്രനാമങ്ങളോ അഥവാ നാരായണീയം മുതലായിരിക്കുന്ന പാരായണങ്ങളും വേണ്ട വിധം ഭക്തിശ്രദ്ധാപുരസരം ചെയ്യേണ്ടതാണ്. അടുത്തതായി മകരം രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നവർക്ക്, അതായത് ഉത്രാടത്തിൻ്റെ അവസാനത്തെ 3 പാദങ്ങളും തിരുവോണം നക്ഷത്രവും അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദവും, അതായത് അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിയിലും ജനിച്ചവർക്ക് ഇപ്രാവശ്യം വ്യാഴം 6-ാം ഭാവത്തിലാണ് ചലിക്കുന്നത്. ഒരു ഇടക്കാലത്ത് വ്യാഴം 7-ാം ഭാവമായ കർക്കിടക രാശിയിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണെങ്കിലും അക്കാലഘട്ടവും ഇക്കൂട്ടർക്ക് ഗുണകരമായി കാണുന്നില്ല. താരതമ്യേന ദോഷഫലമാണ് മകരം രാശിക്കാർക്ക് ഈ വർഷം വ്യാഴചാരം കൊണ്ട് അനുഭവവേദ്യമാകുന്നത് എന്നതുകൊണ്ട് തന്നെ ഇക്കൂട്ടർ പ്രത്യേകം മഹാവിഷ്ണുവിനെ ഭജിക്കേണ്ടതും അവരവരുടെ ഇഷ്ടദേവതകളെയും അതേപ്രകാരം ജാതകത്തിലെ ദശാവസാന വിഷയങ്ങളെ നോക്കി അനുരൂപമായിരിക്കുന്ന ദേവതകളുടെ ഭജനയും ചെയ്തു പോരേണ്ടതാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ പ്രത്യേകം വിഷ്ണു സൂക്ത പുഷ്പാഞ്ജലി മുതലായിരിക്കുന്നവയും ശത്രു സംഹാരാദികളായിരിക്കുന്ന സുദർശന പുഷ്പാഞ്ജലികളോ നരസിംഹ പുഷ്പാഞ്ജലികളോ മന്ത്രങ്ങളെ കൊണ്ടൊക്കെയുള്ള കാര്യങ്ങളോ വേണ്ട വിധം ഭക്തിശ്രദ്ധാപുരസരം നിവർത്തിക്കേണ്ടതാണ്. ദോഷഫലത്തിൻ്റെതായിരിക്കുന്ന കാലഘട്ടങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ 2025 മെയ് മാസം 14-ാം തീയതി മുതൽ 2025 ഒക്ടോബർ മാസം 18-ാം തീയതി വരെയുള്ള കാലഘട്ടവും 2025 ഡിസംബർ 5-ാം തീയതി മുതൽ 2026 ജൂൺ 1 വരെയുള്ള കാലഘട്ടവും ഇക്കൂട്ടർക്ക് മിശ്രഫലമായി അനുഭവിക്കുന്നതായി കാണാവുന്നതാണ്. ഈ സമയത്ത് ശത്രുക്കളിൽ നിന്നുള്ളതായിരിക്കുന്ന അപകടാവസ്ഥകൾ ഇക്കൂട്ടർ അനുഭവിക്കുവാനുള്ള സാധ്യതകളാണ് കൂടുതലായിട്ടും കാണുന്നത്. എങ്കിലും മേൽപ്പറഞ്ഞ വിഷ്ണു ഭജനങ്ങളും വിഷ്ണു ക്ഷേത്ര ദർശനാദികളും വേണ്ടവിധം ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ മിശ്രഫലത്തെ നമുക്ക് അനുയോജ്യമായിരിക്കുന്ന വിധത്തിലേക്ക് കൊണ്ടുവരുവാനും ദോഷങ്ങളെ നിവാരണം ചെയ്യുവാനും സാധിക്കുന്നതായും മനസ്സിലാക്കാവുന്നതാണ്. ദോഷഫലമാകട്ടെ 2025 ഒക്ടോബർ മാസം 18-ാം തീയതി മുതൽ 2025 ഡിസംബർ മാസം 5-ാം തീയതി വരെയുള്ള കാലഘട്ടം ദോഷഫലമായി കാണുന്നുണ്ട്. ദോഷഫലമാണെങ്കിൽ പോലും അത് മുൻപറഞ്ഞ പരിഹാരങ്ങളിലൂടെ ദോഷങ്ങളുടെ ഗുണങ്ങളുടെ അഭാവം എന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുവാനും ദോഷങ്ങൾ അനുഭവിക്കാതിരിക്കാനും നമ്മൾക്ക് സാധിക്കുന്നതാണ്. സ്വതവേ ദോഷകാലമായതുകൊണ്ട് ഇക്കൂട്ടർ എല്ലാ മാസത്തിലും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി വിഷ്ണു സൂക്തം പുഷ്പാഞ്ജലിയോ അഥവാ വിഷ്ണു സഹസ്രനാമം അർച്ചനകളോ കഴിക്കുന്നതും നെയ്വിളക്ക് മുതലായിരിക്കുന്ന കാര്യങ്ങളും പാൽപ്പായസം നിവേദ്യവും ഭഗവാനെ യഥാശക്തിയായി സമർപ്പിച്ചു പോരേണ്ടതാണ്. യഥാശക്തിയായി കൃഷ്ണനാട്ടം മുതലായിരിക്കുന്ന വഴിപാടുകളോ അഥവാ കൊട്ട് മുതലായിരിക്കുന്ന കേളി മുതലായിരിക്കുന്നതോ അഥവാ മറ്റ് കൊട്ടുവിധാനങ്ങളോ ഗീതം വാദ്യം മേളം മുതലായിരിക്കുന്ന വിഷയങ്ങളോ ഭഗവാന് യഥാശക്തിയായി സമർപ്പിക്കാവുന്നതും മകരം രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെതായിരിക്കുന്ന 6-ാം ഭാവത്തിലെയും 7-ാം ഭാവത്തിലെയും പൊസിഷനുകളിലുള്ള വൈഷമ്യം വരുന്നതുകൊണ്ട് ലക്ഷ്മി നാരായണ പൂജാദികളും വേണ്ട വിധം ചെയ്തു പോരുന്നതും ഈ ദോഷപരിഹാരങ്ങൾക്ക് നല്ലതായി കാണാവുന്നതാണ്. അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാന പകുതിയിലും ചതയൻ നക്ഷത്രവും പൂരോരുട്ടായി നക്ഷത്രത്തിൻ്റെ ആദ്യ 3 പാദങ്ങളും ചേർന്നതായിരിക്കുന്ന കുംഭക്കൂറിൽ ജനിച്ചവർക്ക് വ്യാഴം ഈ വർഷം 5-ാം ഭാവത്തിലാണ് ചരിക്കുന്നത്. 5-ാം ഭാവത്തിൽ വ്യാഴം ചരിക്കുന്നത് വളരെയധികം ഗുണഫലങ്ങളെയാണ് പ്രദാനം ചെയ്യുന്നത്. എങ്കിലും മറ്റു ഗ്രഹങ്ങളുടെ സാഹചര്യങ്ങളെ കൊണ്ട്
ചില കാലം ദോഷകാലമായും ചില കാലം ഗുണഫലമായിട്ടുള്ള കാലമായിട്ടും കാണാവുന്നതാണ്. ഗുണഫലമാകുന്ന കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തെ പരിശോധിക്കുമ്പോൾ 2025 ഡിസംബർ മാസം 5-ാം തീയതി മുതൽ 2026 ഏപ്രിൽ മാസം 19-ാം തീയതി വരെയുള്ള കാലഘട്ടം വളരെ ഗുണഫലമാണ്. അതേപ്രകാരം 2026 മെയ് മാസം 29-ാം തീയതി മുതൽ 2026 ജൂൺ 1 വരെയുള്ളതായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ഒരു മിഥുനം രാശിയിൽ നിന്ന് കർക്കിടക രാശിയിലേക്ക് മാറുന്നതായിരിക്കുന്ന അവസാന കാലഘട്ടവും ഈ കൂട്ടർക്ക് വളരെ ഗുണഫലമായിരിക്കുന്ന ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ്. ഗുണഫലമായിരിക്കുന്ന കാലങ്ങളെ പ്രദാനം ചെയ്യുമ്പോൾ ഈ കൂട്ടർക്ക് ബുദ്ധിപരമായിട്ടുള്ളതായ ഗുണാനുഭവങ്ങളും ഇൻ്റർവ്യൂ മുതലായിരിക്കുന്ന വിഷയങ്ങളിലോ എക്സാമുകളിലെല്ലാം തന്നെ വളരെയധികം ജയലബ്ധി ഉണ്ടാവുകയും അതേ പ്രകാരം ജോലി മുതലായിരിക്കുന്ന വിഷയങ്ങളിലുള്ളതായിരിക്കുന്ന സ്ഥാനലഭ്യതയും ജോലിയുടേതായിരിക്കുന്ന ലഭ്യതയും ജോലിയുള്ളതായിരിക്കുന്ന പ്രമോഷൻസും ലഭിക്കുന്നതാണ്. മാത്രമല്ല ഈ കൂട്ടർക്ക് സന്താനലബ്ധി, മറ്റുള്ള ഗുരുജനങ്ങളിൽ നിന്നുമുള്ള ആശീർവാദാദികളും അതേപ്രകാരം കുടുംബസൗഖ്യവും ഭാര്യാലബ്ധിയും ഭാര്യാനുകൂലമായിരിക്കുന്ന ഗുണാനുഭവങ്ങളും വന്നു ചേരുവാൻ 5-ലെ വ്യാഴം സഹായകമാണ്. മാത്രമല്ല വിശിഷ്ടമായിരിക്കുന്ന വാഹനലബ്ധ്യാദികളും ആന, കുതിര, കാള മുതലായിരിക്കുന്നതും ഒരുപാട് വിഷയങ്ങളിലുള്ളതായിരിക്കുന്ന ധനലഭ്യാദികളും അതേപ്രകാരം വളരെ ലക്ഷറി ആയിട്ടുള്ളതായിരിക്കുന്ന വാഹനങ്ങളുടേതായിരിക്കുന്ന ലഭ്യാദികളും ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നതാണ്. ഗുണകരമായിരിക്കുന്ന കാലഘട്ടത്തെ വേണ്ടവിധം മനസ്സിലാക്കി അക്കാലഘട്ടത്തിൽ ധാരാളം തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടതും ദോഷകരമാകുന്ന കാലഘട്ടത്തെ മനസ്സിലാക്കി അക്കാലഘട്ടത്തിൽ ഉള്ളതായിരിക്കുന്ന വിഷയങ്ങളെ മെയിൻ്റനൻസ് ചെയ്ത് മാത്രം നിലനിർത്തി കൊണ്ടുപോകാനും ശ്രദ്ധിക്കേണ്ടതാണ്. ദോഷപരമായ കാലഘട്ടത്തെക്കുറിച്ചൊന്ന് നോക്കാം. 2025 മെയ് മാസം 14-ാം തീയതി മുതൽ 2025 ജൂൺ 15-ാം തീയതി വരെയുള്ള കാലഘട്ടവും 2025 ജൂലൈ 4-ാം തീയതി മുതൽ 2025 ജൂലൈ 26-ാം തീയതി വരെയുള്ള കാലഘട്ടവും 2026 ഏപ്രിൽ മാസം 19-ാം തീയതി മുതൽ 2026 മെയ് മാസം 29-ാം തീയതി വരെ കാലഘട്ടവും ഈ കുംഭക്കൂറുകാർക്ക് ദോഷഫലം അനുഭവിക്കുന്നതാണ്. അതേപ്രകാരം 2025 ഒക്ടോബർ മാസം 18-ാം തീയതി മുതൽ 2025 ഡിസംബർ മാസം 5-ാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ ഈ കുംഭക്കൂറുകാർക്ക് വ്യാഴം 6-ാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ ഇവർക്ക് മിശ്രഫലമാണ് അനുഭവവേദ്യമാവുക. മിശ്രഫലമാകുമ്പോഴും ദോഷഫലമാകുമ്പോഴും ഒരേപോലെ മനസ്സിലാക്കി മഹാവിഷ്ണു ഭജനം വേണ്ട വിധം വ്യാഴത്തിൻ്റെ പ്രീതിക്കായി കഴിക്കേണ്ടതും അതേ പ്രകാരം സന്ദർപ്പണാദികൾ എന്ന് പറയുമ്പോൾ പുണ്യസ്നാന തീർത്ഥയാത്രകൾ കഴിയാവുന്നത്ര നടത്തേണ്ടതും വൈഷ്ണവപരമായിരിക്കുന്ന ദ്വാരക, പുരി, മധുര മുതലായിരിക്കുന്നതായിരിക്കുന്ന സ്ഥലങ്ങളിൽ പോകാവുന്നതും അപ്രകാരം തീർത്ഥയാത്രകളിലൂടെ ഭഗവത് പുണ്യം സമ്പാദിക്കുന്നതും ഏറ്റവും ശ്രേയസ്കരമാണ്. മാത്രമല്ല 5-ലും 6-ലുമായി നിൽക്കുന്ന വ്യാഴത്തിൻ്റെതായ അനിഷ്ടസ്ഥിതികൾക്ക് പ്രത്യേകം മനസ്സിൽ സദാ ഭഗവത് നാമം ജപിച്ച് ധ്യാനിച്ച് നടക്കുന്നത് 5-ാം ഭാവത്ത് നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദോഷഫലങ്ങൾക്ക് ശമനാർത്ഥവും അപ്രകാരം ദോഷങ്ങളുടെ ശമനത്തിനും അപ്രകാരം 6 നിൽക്കുന്ന സമയത്താവട്ടെ ഈ വ്യാഴത്തിൻ്റെ പ്രീതിക്കായിക്കൊണ്ട് സുദർശനം മുതലായിരിക്കുന്ന പുഷ്പാഞ്ജലികളും നരസിംഹം മുതലായിരിക്കുന്ന മന്ത്രങ്ങളെ കൊണ്ടുള്ള അർച്ചനകളും അതേപ്രകാരം കൃഷ്ണനാട്ടം മുതലായിരിക്കുന്ന സൽക്കർമ്മങ്ങളും വേണ്ട വിധം ചെയ്യാവുന്നതാണ്. ശക്തിക്കനുസരിച്ച് ഭഗവാനെ സമർപ്പണങ്ങളും മഞ്ഞപ്പെട്ട് മുതലായിരിക്കുന്ന സമർപ്പണങ്ങളും ആഭരണാദികളും സമർപ്പിക്കുന്നതും വളരെ ശ്രേയസ്കരമായി തന്നെ വന്നുഭവിക്കുന്നതാണ്. അതുകൊണ്ട് ദോഷഫലമുള്ള കാലഘട്ടത്തിൽ പ്രത്യേകം മനസ്സിലാക്കി ഈശ്വരാരാധന നടത്തി ഒന്നും പ്രത്യേകിച്ച് തുടങ്ങാതെ ഉള്ളതിനെ നിലനിർത്തി പോവുകയും ഗുണകരമായ കാലഘട്ടത്തിൽ വിഷയങ്ങളിൽ
പ്രത്യേകം ഏർപ്പെട്ട് ആ വിഷയങ്ങളിൽ എത്ര കണ്ട് ശോഭിക്കാവോ അത്ര കണ്ട് വിഷയങ്ങളുടെ ഫലപ്രാപ്തിക്കായി പ്രയത്നിക്കുകയും ചെയ്യേണ്ടതാണ്. പൂരോരുട്ടാതിയുടെ ആദ്യപാദവും ഉത്രട്ടാതി നക്ഷത്രത്തിലും രേവതി നക്ഷത്രത്തിലും 4-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്ന സമയമാണ് ഈ വർഷം വരുന്നത്. അത് 4-ൽ നിൽക്കുന്നതായിരിക്കുന്ന വ്യാഴം ദോഷഫലത്തെയാണ് ഗോചര നിയമപ്രകാരം മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഈ വ്യാഴത്തിൻ്റെതായിരിക്കുന്ന അവസ്ഥകളിൽ മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനാദികൾ നിമിത്തം പല സമയങ്ങളും ഗുണകരമായി തന്നെ അനുഭവിക്കുന്നതായി കാണാവുന്നതാണ്. അത്തരത്തിലുള്ള ഗുണഫലങ്ങൾ ഏതെല്ലാം കാലഘട്ടത്തിലാണ് എന്ന് നോക്കുമ്പോൾ 2025 മെയ് മാസം 14-ാം തീയതി മുതൽ 2025 ജൂൺ 6-ാം തീയതി വരെയും 2025 ജൂലൈ 16-ാം തീയതി മുതൽ 2025 സെപ്റ്റംബർ മാസം 14-ാം തീയതി വരെയും ഇക്കൂട്ടർക്ക് വളരെ ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ലക്ഷണമുണ്ട്. അതേ പ്രകാരം 2025 ഒക്ടോബർ മാസം 18-ാം തീയതിക്ക് ശേഷം 2025 ഡിസംബർ മാസം 5-ാം തീയതി വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടത്തിലും ഇക്കൂട്ടർക്ക് വളരെ ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള ലക്ഷണങ്ങളും കാണുന്നുണ്ട്. ഗുണഫലങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ 4-ൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെതായിരിക്കുന്ന കാലഘട്ടത്തിലുള്ള ഗുണഫലങ്ങൾ ബന്ധുക്കളിൽ നിന്നുള്ള സഹായങ്ങളും, അതായത് 2025 മെയ് 14 മുതൽ 2025 ജൂൺ 6 വരെയുള്ള കാലഘട്ടവും 2025 സെപ്റ്റംബർ 14 വരെയുള്ള കാലഘട്ടം, 2025 ജൂലൈ 16 മുതൽ 2025 സെപ്റ്റംബർ 14 വരെയുള്ള കാലഘട്ടവും ഉള്ളതായിരിക്കുന്ന 4-ൽ നിൽക്കുന്ന വ്യാഴത്തിൽ നിന്ന് കിട്ടുന്നതായിരിക്കുന്ന ഗുണഫലങ്ങൾ എപ്രകാരം വർദ്ധിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് ഗൃഹനിർമ്മാണ വിഷയത്തിലേക്കും അതേപ്രകാരം വാഹനാദികളുടെ ലഭ്യതയിലേക്കും ബന്ധുക്കളിൽ നിന്നുള്ള സുഖാനുഭവങ്ങളിലേക്കും വെളിച്ചം വീശുന്നതായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നതാണ്. 5-ൽ നിൽക്കുമ്പോഴാകട്ടെ 2025 ഒക്ടോബർ 18-ാം തീയതിക്ക് ശേഷം ഡിസംബർ 5 വരെയുള്ള കാലഘട്ടത്തിലാവട്ടെ അനേകം തരത്തിലുള്ള ഗുണാനുഭവങ്ങൾ ഈ വ്യക്തിക്ക് വന്നു ചേരുന്നതിനും സാധ്യതകൾ പ്രസക്തമായി തന്നെ കാണുന്നുണ്ട്. വാഹനാദികളും ഗ്രഹനിർമ്മാണാദികളും വിവാഹാദി ലഭ്യതകളും ഭാര്യാനുഗുണങ്ങളും സന്താന ഗുണാനുഭവങ്ങളും പ്രത്യേകിച്ച് അവനവൻ്റേതായിരിക്കുന്ന കഴിവുകളെ ഉപയോഗിച്ചുകൊണ്ട് വലിയ വലിയ മേഖലകളിൽ സ്ഥാനം നേടുവാനും അവാർഡ്സ് റിവാർഡ്സ് മുതലായിരിക്കുന്ന വിഷയങ്ങളിൽ വ്യക്തമായ സാന്നിധ്യം അറിയിക്കുന്നതിനും ഈ കാലഘട്ടം ഇവരെ സഹായിക്കുന്നതാണ്. ഇനി ദോഷഫലങ്ങളെ അനുഭവിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് നോക്കാം. 2025 ജൂൺ മാസം 6-ാം തീയതി മുതൽ 2025 ജൂലൈ മാസം 16-ാം തീയതി വരെയുള്ള കാലഘട്ടവും 2025 സെപ്റ്റംബർ 14-ാം തീയതി മുതൽ 2025 ഒക്ടോബർ 18-ാം തീയതി വരെയുള്ള കാലഘട്ടവും 2025 ഡിസംബർ 5-ാം തീയതി മുതൽ 2026 ജൂൺ മാസം 1-ാം തീയതി വരെയുള്ള കാലഘട്ടവും ദോഷഫലമായിട്ടാണ് മീനക്കൂറുകാർക്ക് അനുഭവവേദ്യമാകുന്നത്. അതായത് പൂരോരുട്ടാതിയുടെ അവസാനത്തെ പാദത്തിൽ ജനിക്കുന്നവർക്കും ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്കും ഇപ്പോൾ പറഞ്ഞതായിരിക്കുന്ന കാലഘട്ടം ദോഷഫലമായി അനുഭവവേദ്യമാകുന്നതായി മനസ്സിലാക്കാം. ഈ ദോഷഫലത്തിൻ്റെ പ്രായശ്ചിത്താർത്ഥം പ്രത്യേകം ഇവർ ഈശ്വരാരാധന ചെയ്യേണ്ടതും ഭഗവാനെ തന്നെ നാരായണനാമം കഴിയാവുന്നത്ര ജപിക്കേണ്ടതും നാരായണീയമായിരിക്കുന്ന ഗ്രന്ഥങ്ങളും വൈഷ്ണവപരമായിരിക്കുന്ന മറ്റു മാർഗങ്ങളും എത്രയും സ്വീകരിക്കേണ്ടതും ഏകാദശി മുതലായിരിക്കുന്ന വ്രതങ്ങൾ കഴിയുന്നത്ര ആചരിച്ചു പോരുകയും ചെയ്യുകയാണെങ്കിൽ ദോഷഫലങ്ങളെ ഇല്ലാതാക്കി ഗുണഫലങ്ങളെ അനുഭവിപ്പാനും വളരെ വലിയ ദോഷകാലഘട്ടത്തിൽ ആ ദോഷഫലങ്ങളെ അനുഭവിപ്പാതിരിക്കാനും ഗുണഫലങ്ങളെ ഒരു പരിധിക്കപ്പുറം ഗുണഫലങ്ങളെ ഒരു പരിധിയിലിപ്പുറം ദോഷമാക്കാതിരിക്കാനും സാധിക്കുമെന്നുള്ളതിൽ സംശയമില്ലാത്തതാണ്. മീനക്കൂറുകാർ ഈ പറയപ്പെട്ടതായിരിക്കുന്ന ദോഷകാലഘട്ടത്തിൽ ദോഷങ്ങൾ അനുഭവിപ്പാതിരിപ്പാൻ പ്രത്യേകം മഹാവിഷ്ണുവിന് കഴിയുന്നത്ര ക്ഷേത്ര നിർമ്മിതികൾ നടക്കുന്ന സാഹചര്യങ്ങളിൽ അവനവനാകുന്ന വിധം സഹായിക്കേണ്ടതും അപ്രകാരം
ആ ക്ഷേത്രത്തിലേക്ക് വേണ്ടതായിരിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾക്ക് വേണ്ടതായിരിക്കുന്ന കാര്യങ്ങളിൽ ജാഗരൂകത പുലർത്തേണ്ടതും ആളുകൾക്ക് തണ്ണീർദാനം, ജലദാനം മുതലായിരിക്കുന്നവ ചെയ്യേണ്ടതും അപ്രകാരം മഹാവിഷ്ണുവിങ്കൽ പുഷ്പാഞ്ജലി, വിളക്ക്, പായസം, നെയ്വിളക്ക് മുതലായിരിക്കുന്ന വഴിപാടുകളും തുളസിമാല ചാർത്തുക മുതലായിരിക്കുന്ന വഴിപാടുകളും അപ്രകാരം വിഷ്ണു സൂക്താദി, നാരായണ സൂക്താദി പുഷ്പാഞ്ജലികൾ കൃത്യമായി ഫോളോ ചെയ്തു പോവുകയും ചെയ്യുകയും വേണ്ടതാണ്. മാത്രമല്ല അഞ്ചിൽ നിൽക്കുന്ന വ്യാഴം വരുന്ന സമയത്ത് ഗുണാനുഭവങ്ങളെ അനുഭവിപ്പാനായിക്കൊണ്ട് സദാ ഭഗവത് നാമജപങ്ങൾ കഴിയുന്നത്ര ചെയ്തു പോരുകയും വേണം. ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായ കുളം കുഴിക്കുക മുതലായിരിക്കുന്ന കാര്യങ്ങളോ അഥവാ ക്ഷേത്രത്തിൻ്റേതായിരിക്കുന്ന നിർമ്മിതികളിൽ തനിക്കാവാവുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു പോരുകയും വേണ്ടി പ്രത്യേകം ജാഗരൂകത പാലിക്കേണ്ടതാണ്. ഈ പറയപ്പെട്ടതായിരിക്കുന്ന 27 നാളുകളുടെയും ഫലങ്ങൾ വ്യാഴത്തിൻ്റെ ചാരമാറ്റം കൊണ്ടാണ് ഇപ്പോൾ നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളത്. വ്യാഴത്തിൻ്റെ ചാരമാറ്റമാണെങ്കിലും മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനം കൂടി ഈ വിഷയത്തിലേക്ക് സ്വീകരിച്ചിട്ടുണ്ട്. അതായത് നവഗ്രഹങ്ങളിൽ മറ്റു 8 ഗ്രഹങ്ങളുടെ സ്വാധീനം എപ്രകാരം ഈ വ്യാഴമാറ്റത്തെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നതുകൂടി നോക്കിയാണ് ഈ പറയപ്പെട്ടിട്ടുള്ളതായ ദോഷഫലങ്ങളെയും ഗുണഫലങ്ങളെയും പറഞ്ഞിട്ടുള്ളത്. ഇതേ പ്രകാരം ഉള്ള വിഷയങ്ങൾ ചാരവശാൽ അനുഭവിക്കാതിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി ഇതിലെ ഗുണദോഷങ്ങളെ പറയുന്നതായിരിക്കുന്ന കാലഘട്ടങ്ങൾ മനസ്സിലാക്കി ഈശ്വരഭജനം വേണ്ട വിധം ചെയ്തു പോരേണ്ടതാണ്. വഴിപാടുകളെല്ലാം തന്നെ യഥാശക്തിയായിട്ടാണ് ചെയ്യേണ്ടത്. അതേ പ്രകാരം ഏകാദശി വ്രതങ്ങളും ഏറ്റവും പ്രധാനമായി തന്നെ ഏകാദശി വ്രതം. കാരണം പക്ഷയോരുഭയോരവി 2 പക്ഷത്തിലെ ഏകാദശികളും ഭഗവാന് വളരെ വിശിഷ്ടമാണ്. അതുകൊണ്ട് ഏകാദശി വ്രതം വളരെ ഏറ്റവും വ്രതാനാംച സഹസ്രോപി ഏകാദശി വ്രതം. ഏകാദശി വ്രതം 1000 വ്രതങ്ങൾക്ക് സമാനമാണെന്ന് പറയപ്പെട്ടതുകൊണ്ട് ആ ഏകാദശി വ്രതം എത്രയും പരിശുദ്ധതയോടുകൂടി പാലിച്ചു പോരുകയും ഗുരുവായൂർ മുതലായിരിക്കുന്ന മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ കഴിയുന്നത്ര ദർശനം നടത്തി പോരേണ്ടതും വൈഷ്ണവമായിരിക്കുന്ന തീർത്ഥസങ്കേതങ്ങളിൽ ദർശനം നടത്തുകയും ചെയ്തു പോരേണ്ടതാണ്. ഇപ്പോൾ സാമാന്യേന പറഞ്ഞിരിക്കുന്നത് 27 നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റത്തിലൂടെ ഉണ്ടാകുന്ന ഫലങ്ങളെയാണ്. മറ്റു ഗ്രഹങ്ങളുടേതായിരിക്കുന്ന ചാരഗതികളും വളരെ ഈ ആളുകളെ ബാധിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി മറ്റു വിഷയങ്ങളുള്ള ചാരഗതികളെയും ഉൾക്കൊണ്ട് അവനവൻ്റെ ജാതകത്തിലുള്ള ദശാപഹാരങ്ങൾ അവനവൻ്റെ കാലഘട്ടങ്ങളെ ബാധിക്കുന്നതാണെന്ന് മനസ്സിലാക്കി ആവശ്യം വേണ്ടി വരുമ്പോൾ ജാതക പരിശോധന ചെയ്ത് ഇഹാർജിതമായിരിക്കുന്ന അവനവൻ ചെയ്യുന്നതായിരിക്കുന്ന കർമ്മങ്ങളെ പ്രശ്നം വെച്ച് നോക്കി മനസ്സിലാക്കിയും വേണ്ട പോലെ യുക്തിക്കും ശക്തിക്കും ഉതകുന്ന ഈശ്വരാരാധനകൾ ചെയ്ത് മാധവസേവ മാനവസേവ എന്ന നിലയ്ക്ക് മറ്റുള്ളവരെ കൂടി വേണ്ട വിധം സഹായിക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്ന് ഭഗവാനെ നിത്യേന എഴുന്നേൽക്കുമ്പോൾ ഭഗവത് സ്വരൂപം മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കുകയും കുലദേവതകളെ ആചരിക്കുകയും നല്ല നിലയ്ക്കുള്ള ശീലത്തോടുകൂടി വർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ദോഷങ്ങളിൽ നിന്ന് നമ്മൾക്ക് ഒഴിഞ്ഞു മാറാവുന്നതാണ്. മാത്രമല്ല ദേവന്മാരെയും സജ്ജനങ്ങളെയും വന്ദിക്കുന്നതും ദേവബ്രാഹ്മണവന്ദനാൽ ഗുരുവചസമ്പാദനാൽ പ്രത്യഹം ഗുരുക്കന്മാരുടേതായിരിക്കുന്ന വചനങ്ങൾ സദാ മനസ്സിലാക്കി ശ്രവിച്ച് അതുകളെ നടപ്പിലാക്കാൻ ശ്രമിക്കേണ്ടതും സാധൂനാം അഭിഭാഷണാൽ ശ്രുതരവശ്രയ കഥാകരണനാൽ ഭാഗവതം മുതലായിരിക്കുന്ന ഭാഗവത പാരായണങ്ങൾ കേട്ട് അതിൽ നിന്ന് ഭക്തിയെ ഉൾക്കൊള്ളേണ്ടതും ശ്രേയകഥാകരണനാൽ വേദങ്ങളുടേതായിരിക്കുന്ന പാരായണങ്ങൾ കേൾക്കേണ്ടതും ഹോമത്തിലും യാഗങ്ങളിലും പങ്കെടുക്കേണ്ടതും ശുചിമനോഭാവാജ്യപാദാനതോ മനസ്സിന് സദാസമയം ശുദ്ധിയോടുകൂടെ അധികം പ്രഷർ മൈൻഡ് ഇല്ലാതെ ശുദ്ധിയോടുകൂടെ പരമാവധി സാത്വിക അവസ്ഥയിൽ തന്നെ മനസ്സിനെ നിലനിർത്തി കൊണ്ടുപോവുകയും നോ കുറുവന്തി കഥാചിതൗഷസേവം ഗ്രഹാപീഡനം ഇങ്ങനെ മനസ്സിനെ വേണ്ട വിധം നിയന്ത്രിച്ച് സാത്വികമായി
ഭഗവത്ഗീത പാരായണം കഴിയുന്ന ഒരു ദിവസം ഒരു ശ്ലോകം എന്ന വണ്ണെങ്കിലും മനസ്സിലാക്കി വായിച്ച് അതിനെ അനുവർത്തിക്കുകയും ചെയ്തു പോരുകയാണെങ്കിൽ ഈ പറയപ്പെട്ടതായിരിക്കും ദോഷങ്ങളെ നിവാരണം ചെയ്യാൻ നമുക്ക് സാധിക്കും. ഭഗവത് അനുഗ്രഹം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.